നിങ്ങളോട് പറഞ്ഞിരുന്നു. ഒരു 6-7 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അത് നിങ്ങൾ ചെയ്ത് കാണും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ. ഒന്നാമത്തത്. രണ്ടാമത്തത് നമ്മളുടെ അടുത്ത ചാപ്റ്റർ ആയിട്ടുള്ള, അതായത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഈ കാര്യങ്ങളാണ് നമുക്ക്, ഈ 2 കാര്യങ്ങളാണ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്. അതില് മാഗ്നറ്റിസത്തെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത് നിർത്തിയത്, അത് എത്രാമത്തെ ചോദ്യം വരെ ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം. ഞാനത് നമ്പർ ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, എത്രാം ചോദ്യം വരെയാണ് എന്നുള്ള നമ്പർ ഓർക്കുന്നില്ല. അത് നിങ്ങളാണ് പറയേണ്ടത്, എത്രാമത്തെ ചോദ്യം വരെയാണ് എന്ന്. ഓക്കെ, എത്രാമത്തെ ആയിരുന്നു നമ്മൾ ചെയ്ത് നിർത്തിയത്? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞു ഒരു പ്രോബ്ലം ഇനി ഇതിനകത്ത് ഇച്ചിരിയെങ്കിലും ചിന്തിക്കാനുള്ളൂ, അല്ലാതെ വലിയ വലിയ കാര്യങ്ങളൊന്നും അതിൽ ഇല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അത് എത്രാമത്തെ പ്രോബ്ലം ആണ് എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഉണ്ടോ? 8ാമത്തെ പ്രോബ്ലം വരെ ചെയ്തു സാർ. ബാക്കിയാണ് പറയാനുള്ളത്, ഡിസ്കസ് ചെയ്യാനുള്ളത്. നോ, നോക്കാം. 8ാമത്തെ അല്ല 9. ആര് പറഞ്ഞു 8ാമത്തെ വരെ ചെയ്തോളൂ? ആരെങ്ങനെ പറഞ്ഞു? ഒന്നും അല്ല ചെയ്തത്. ഞാൻ ആദ്യം എനിക്കൊന്ന് കൺഫേം വരാൻ വേണ്ടി ഞാനൊന്ന് മറുപടി പറയായിരുന്നു. 8ാമത്തെ വരെ അല്ല ചെയ്തത്. ഇത് ചെയ്തതല്ലേ ഡബ്ല്യൂവും √3W പിന്നെ √3W/2 2W ചെയ്തതല്ലേ? അല്ലേ? 9th ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു. ചെയ്തു. 10th ക്വസ്റ്റ്യൻ എന്താ പ്രശ്നം? 10th ക്വസ്റ്റ്യൻ എന്താ പ്രശ്നം? What is the following statement regarding lines of force are correct? അതെന്താ പ്രശ്നം? 10ാമത്തെ പ്രോബ്ലത്തിൽ എന്താണ് പ്രശ്നം? 10ാമത്തെ പ്രോബ്ലം പറഞ്ഞതല്ലേ, അല്ലെ? അറിയാവുന്നതല്ലേ? ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ ക്ലോസ്ഡ് സർഫസ് എന്ന് പറയുന്നത് 0 അതാണ് ഗോസസ് തിയറം പറയുന്നത്. ഇന്റഗ്രൽ B.ds = 0. Then they need not be perpendicular to the surface from where they starts and where they meet. അവരെവിടുന്നാണോ തുടങ്ങുന്നത് അവിടുന്ന് പെർപെൻഡിക്കുലർ ആവണമെന്നില്ല. നമുക്കറിയാം പെർപെൻഡിക്കുലർ ആവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നമുക്കറിയാം ഇതൊരു കണ്ടക്ടറായിട്ട് നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞാൽ, ഇത് നിങ്ങൾ കണ്ടക്ടർ അല്ല, ഒരു ബാർ മാഗ്നറ്റ് ആയിട്ട് നിങ്ങൾ ഇത് പരിഗണിക്കുകയാണല്ലോ. ബാർ മാഗ്നറ്റ്, ഇത് ബാർ മാഗ്നറ്റ് ആണെങ്കിൽ ഇവിടെ നിങ്ങൾ ഇത് ഇപ്പൊ നോർത്ത് പോൾ ആണെങ്കിൽ ഇവിടെ നിങ്ങോട്ടുള്ള ലൈൻസ് ഓഫ് ഫോഴ്സ് ഇങ്ങനെ ആയിരിക്കാം. അപ്പൊ അത് പെർപെൻഡിക്കുലർ ആവണമെന്നില്ല, അല്ലേ? ഇനി അടുത്തത് എന്താണ്? സ്റ്റഡ് ഓർ വേർ ദേ മീറ്റ്. അവര് മീറ്റ് ചെയ്യുന്നിടത്ത് പെർപെൻഡിക്കുലർ ആവണമെന്നില്ല, മീറ്റ് ചെയ്യുന്നിടത്ത് ഒരു പാരലൽ ആയിരിക്കുമല്ലോ, മീറ്റ് ചെയ്യില്ലല്ലോ, ക്രോസ് ചെയ്യില്ല. അപ്പൊ അത് കറക്റ്റ് ആണ് ആ സാധനം. പിന്നെ അടുത്തെന്താ പറഞ്ഞത്? ദേ മേ ഓർ മേ നോട്ട് ബി പാസ് ത്രൂ എ കണ്ടക്ടർ. ഒരു കണ്ടക്ടറിൽ കൂടെ പാസ് ചെയ്യാതിരിക്കാം. നമ്മള് ഫെറോമാഗ്നറ്റിസത്തിലും ഡയമാഗ്നറ്റിസത്തിലും പഠിച്ചല്ലേ. അപ്പൊ ഇതൊരു ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെന്ന് വിചാരിക്കുക. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് അതിന്റെ ഉള്ളിൽ കൂടെ കടന്നു പോകും. നമുക്കറിയാം, പടമുണ്ട്, നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഞാൻ പറഞ്ഞു, ഉള്ളിൽ കൂടെ കടന്നു പോകും. പക്ഷെ ഇതൊരു ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെങ്കിൽ യാതൊരു കാരണവശാലും ഉള്ളിൽ കൂടി കടന്നു പോകില്ല എന്നുള്ള കാര്യം ഇവിടെ മനസ്സിലാക്കിയിട്ടുള്ള. ഇതൊരു ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെന്ന് വിചാരിക്കുക. ഇങ്ങനെ വരുന്ന ലൈൻസ് ഓഫ് ഫോഴ്സ് പോലും വെളിയിൽ കൂടെ ഇറങ്ങിപ്പോകും. ഈ പടം നമ്മൾ കണ്ടതാണ്, അങ്ങനെ ഒരു പടം നിങ്ങൾ കണ്ടതാണ് അല്ലേ എന്നാണ് എന്റെ വിശ്വാസം. ഇവിടെ എവിടെയോ കിടപ്പുണ്ട്, ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കാൻ നിങ്ങളോട് പറഞ്ഞ ആ ഭാഗത്ത് എവിടെയോ കിടപ്പുണ്ട്. എവിടെയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. കണ്ടോ, ഇതാണ് ഫിഗർ. ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. സാർ സ്ക്രീൻ ഷെയർ ഓൺ ആക്കിയിട്ടില്ല. അത് മറന്നുപോയി. നോക്കാം, എനിക്ക് കാണാൻ പറ്റും. ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കാണാൻ പറ്റും എന്നുള്ള ആശയത്തിലാണ് ഞാൻ ഇത് ചെയ്തുകൊണ്ടിരുന്നത്. സോറി. അപ്പോൾ
ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഈ സാധനം നിങ്ങൾ നോക്കുക, കണ്ട ഇവിടെ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ സംബന്ധിച്ച് ഒരു സെക്കൻഡ്, ഞാൻ ഒന്ന് ക്ലോസ് ചെയ്യാണ്, റെസ്പോണ്ട് ചെയ്യാത്തത്. കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതിനകത്ത് തന്നെ കാണാൻ പറ്റും. ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ്, ആദ്യം ഡയമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ് ഈ ഫിഗറിൽ കാണപ്പെടുന്നത്. ഡയമാഗ്നറ്റിക് സബ്സ്റ്റൻസിൽ ആ മാഗ്നറ്റിന്റെ വെളിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിൽ കുറച്ച് ലൈൻസ് ഓഫ് ഫോഴ്സ് അകത്തൂടെ കടന്നു പോകുന്നുണ്ട്. എന്നാൽ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആകുമ്പോഴത്തേക്ക് മാക്സിമം ലൈൻസ് ഓഫ് ഫോഴ്സ് അകത്തൂടെ കടന്നു പോകുന്നു. അപ്പൊ മേ ഓർ മേ നോട്ട് ബി പാസ്ഡ് ത്രൂ എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് നമുക്ക് സ്വാഭാവികമായിട്ടും വരാം. അതാണ് നമ്മുടെ കൺസെപ്റ്റ്. അപ്പോ നോക്കിയേ, ഏതാണ് അപ്പൊ ഓപ്ഷൻ? 10ാമത്തെ ഓപ്ഷൻ ഏതാണ്? 4 വരും 10ാമത്തെ ഓപ്ഷൻ. 4th വണ്ണാണ് 10th ഓപ്ഷൻ. അടുത്ത the planets producing larger magnetic field have larger. ഇതാണ് ചോദ്യം. പ്ലാനറ്റ്സ് പ്രൊഡ്യൂസിങ് ലാർജർ മാഗ്നറ്റിക് ഫീൽഡ് എന്തുകൊണ്ട് എന്നുള്ളതാണ് നമ്മളുള്ള ചോദ്യം. എന്താ ഉള്ളത്? ഡെൻസിറ്റി അല്ല, മാസ് അല്ല, അതൊക്കെ പലതും കാണും. ലാർജർ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ള സാധനമാണ്. സണ്ണിന് ലാർജർ മാഗ്നറ്റിക് ഫീൽഡ് ആണുള്ളത്. അതുപോലെ ജുപ്പിറ്ററിന്, ഇപ്പൊ പ്ലാനറ്റ്സിനെ കുറിച്ചാണ് ചോദിച്ചത്. ജുപ്പിറ്ററിനാണ് ഏറ്റവും കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്. അതിന്റെ മാസും സൈസും ഒക്കെ കൂടുതലാണ്. അതല്ല പ്രധാനപ്പെട്ട കാരണം, അതിന്റെ റൊട്ടേഷണൽ സ്പീഡ് കൂടുന്നതുകൊണ്ടാണ്. നിങ്ങൾക്കറിയാം മാഗ്നറ്റിസത്തിന് 2 കാരണമാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. മാഗ്നറ്റിസത്തിന്റെ കാരണം എന്ന് പറയുന്നത് അത് എന്താണ് പറയുന്നത്, ഓർബിറ്റൽ മോഷൻ കൊണ്ടാണ് നമുക്ക് മാഗ്നറ്റിസം ഉണ്ടാകുന്നത്. 2 തരത്തിലുള്ള എന്താണ് പറയുന്നത് മോഷൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തത് ഓർബിറ്റൽ മോഷനും, അടുത്തത് ഇപ്പോൾ ഒരു ആറ്റത്തിലെ ഇലക്ട്രോണിനെ സംബന്ധിച്ചാണ് നമ്മൾ പറയുന്നത്. ആദ്യത്തത് ഓർബിറ്റൽ മോഷനും, അടുത്തത് സ്പിൻ മോഷനും. ഇങ്ങനെ 2 സാധനങ്ങളാണ് നമുക്കുള്ളത്. ഓർബിറ്റൽ മോഷൻ മൂലം നമ്മൾ പറഞ്ഞു 10% മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത്. സ്പിൻ മോഷൻ മൂലം എന്താണ് പറയുന്നത് 90% മാഗ്നറ്റിക് ഫീൽഡ് നമുക്കുണ്ടാവും. 90% മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പൊ ഈ സ്പിൻ മോഷൻ എന്ന് പറഞ്ഞാൽ റൊട്ടേഷൻ ആണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ എന്താണ് പറയുന്നത്, ഏറ്റവും കൂടുതൽ റൊട്ടേഷൻ സംഭവിക്കുന്ന സാധനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത്. ഇത് നമ്മൾ പറഞ്ഞതാണ്. ഇത് പറഞ്ഞ സമയത്താണ് EH/4πm കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞതാണ്. EH/, ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ എഴുതി വെച്ചേക്കുന്ന സാധനം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാ, ഞാനത് കുറച്ചുകൂടെ വലുതായി കാണിക്കാം, കാണാൻ പറ്റും. ഇതാ, 90% of magnetic moment due to spin and 10% of magnetic moment due to orbital motion. ഇതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഓർബിറ്റൽ സ്പീഡ് കൂടുന്തോറും വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. ആസ് സച്ച് ഇവിടെയും അത് തന്നെ സംഭവിക്കും. ഓർബിറ്റൽ സ്പീഡ് കൂടുമ്പോഴത്തേക്ക് വെലോസിറ്റി കൂടും. അടുത്തത്, to shield an instrument from external magnetic field. ഇതിനകത്ത് നിന്ന് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി നമ്മൾ സാധാരണയായിട്ട് എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ടു ഷീൽഡ് ആൻ ഇൻസ്ട്രുമെന്റ് ഫ്രം എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്, ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ദ ക്യാബിൻ മെയ്ഡ് അപ്പ് ഓഫ്. എന്താണ് സംഗതി? ഏതിനകത്തിലാണ് നമ്മൾ വെക്കുന്നത്? ഏതിനകത്ത് വെക്കും? വുഡിലോ, എന്താണ് പറയുന്നത്, ഡയമാഗ്നറ്റിക് സബ്സ്റ്റൻസിലോ, പ്ലാസ്റ്റിക്കിലോ, അയണിലോ, ഇതിൽ നമുക്ക് 2 മാർഗങ്ങളുണ്ട്. ഒന്നുകിൽ ഏതെങ്കിലും ഡയമാഗ്നറ്റിക് സബ്സ്റ്റൻസിനകത്തിൽ വെക്കാം, അല്ലെങ്കിൽ നമുക്ക് അയണിൽ വെക്കാം. 2ലും വെക്കാം. അങ്ങനെ 2 ഓപ്ഷൻസോടെ പോസിബിൾ ആണ്. ഇതർ നമുക്ക് ഡയമാഗ്നറ്റിക് സബ്സ്റ്റൻസിനകത്തിൽ ഈ സംഗതിയെ കൊണ്ട് വെക്കാം. ഒന്നുകിൽ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി,
ഒരു ക്യാബിനാണ് നമ്മൾ ഉണ്ടാക്കുന്നത് മനസ്സിലാക്കുക. ക്യാബിൻ എന്ന് പറയുമ്പോൾ ഡയമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെങ്കിൽ ആ ഡയമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ ഉള്ളിലേക്ക് പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് വരില്ല. അത് ഇവിടെ കൂടെ വന്നിട്ട് ഇങ്ങനെ അങ്ങ് പൊക്കോളും, ഇവിടെ കൂടെ വന്നിട്ട് ഇങ്ങനെ അങ്ങ് പൊക്കോളും. ഇനി അയൺ വെച്ചാലും മതി. ഇപ്പൊ ഇത് കട്ടിയുള്ള ഒരു അയൺ ബോക്സ് ആണെന്ന് വിചാരിക്കുക. ഇതാണ് നമ്മുടെ കട്ടിയുള്ള ഒരു അയൺ ബോക്സ്. അയൺ ബോക്സിന്റെ തേപ്പൊട്ടി അല്ല ഞാൻ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ നമ്മുടെ ഇസ്തിരിപ്പെട്ടി അല്ല ഉദ്ദേശിച്ചത്, അയൺ കൊണ്ടുണ്ടാക്കിയ ഒരു പെട്ടി. ഇവിടുന്ന് വരുന്ന ലൈൻസ് ഓഫ് ഫോഴ്സ് ഇതിനകത്തി കൂടെ അങ്ങ് കടന്നു പോക്കോളും. കണ്ട, ഇതിനകത്തി കൂടെ കടന്നു പോക്കോളും, കുഴപ്പമില്ല. നമുക്ക് അപ്പോഴും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, ഇതിനകത്ത് കൂടെ കടന്നു പോക്കോളും. ഒരു കാരണവശാലും ഈ പറയുന്ന ക്യാബ്, ഇതാണ് ക്യാബിൻ, ഈ ക്യാബിന്റെ ഉൾഭാഗത്തേക്ക് അല്ലെ ആ സ്പേസിലേക്ക് കയറൂല. അപ്പൊ അതുകൊണ്ട് അയണോ ഡയമാഗ്നറ്റിക് സബ്സ്റ്റൻസോ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഓർത്തുകൊള്ളുക. അടുത്ത 13th ക്വസ്റ്റ്യൻ. ദ ന്യൂ മാഗ്നറ്റിക് ഇൻഡക്ഷൻ and magnetizing field intensity in a sample of magnetic material B and H respectively. The magnetic induction and magnetic field intensity in a sample of magnetic material are B and H respectively. The magnetic susceptibility of the material ആണ് നമ്മളോടുള്ള ചോദ്യം. സബ്സ്റ്റൻസിന്റെ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി എത്രയാണ് എന്നതാണ് നമ്മളുടെ ചോദ്യം. സസെപ്റ്റിബിലിറ്റിയുടെ ഇക്വേഷനെ സംബന്ധിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ബിയും എച്ചും തമ്മിലുള്ള സസെപ്റ്റിബിലിറ്റിയുടെ ഇക്വേഷനെ സംബന്ധിച്ച് കൃത്യമായിട്ട് അറിയാം. നമ്മൾ അവരെ രണ്ടിനെയും കൂടെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞതുമാണ്. ഒരു കാര്യം ഓർത്തുകൊള്ളുക, മ്യൂവിന്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്തായിരുന്നു? മ്യൂ ഇസ് ഈക്വൽ ടു ബി ബൈ എച്ച് നമ്മൾ പറഞ്ഞു. അടുത്തത് സസെപ്റ്റിബിലിറ്റി കൈയടി ഇക്വേഷൻ എന്ന് പറയുന്നത് ഐ ഡിവൈഡഡ് ബൈ എച്ചും പറഞ്ഞു. എന്നിട്ട് ഇവർ തമ്മിലുള്ള റിലേഷനെ കുറിച്ച് നമ്മൾ സംസാരിച്ചായിരുന്നു. അവർ തമ്മിലുള്ള റിലേഷൻ നമ്മൾ പറഞ്ഞത് ഇതാണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇതാ കിടക്കുന്നു. ഇവിടെ മ്യൂ ഇസ് ഈക്വൽ ടു 1 പ്ലസ് കൈ എന്നുള്ള റിലേഷനിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്. മ്യൂ ഇസ് ഈക്വൽ ടു 1 പ്ലസ് കൈ, ഇതായിരുന്നു നമ്മളുടെ റിലേഷൻ. ഈ റിലേഷനിൽ നിന്നും നിങ്ങൾ ഇത് സോൾവ് ചെയ്തെടുക്കണം. ഓരോ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. മ്യൂ എന്ന് പറയുന്നത് ബി ബൈ എച്ച് ആണെന്നുള്ള നിങ്ങൾക്കറിയാം. ദാറ്റ് ഇസ് ബി ബൈ എച്ച്. അടുത്തത് is equal to 1 plus I divided by H. ഇതിനകത്ത് നിന്നും നിങ്ങൾ സോൾവ് ചെയ്തെടുക്കേണ്ടതാണ്. അത് ഞാൻ ഹോംവർക്ക് ആയിട്ട് തരുന്നു. ഓപ്ഷൻ 2 ആണ്, അല്ലെ സെക്കൻഡ് ഓപ്ഷൻ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അത്രയും കാര്യങ്ങളോട് ഓർക്കുക. നെക്സ്റ്റ് വൺ, സെലക്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇതിനകത്ത് തെറ്റായ സ്റ്റേറ്റ്മെന്റിനെ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ ചോദ്യം. പിന്നെ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. ഓക്കെ, ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിൽ നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് ഈച്ച് ആറ്റം ഓർ മോളിക്യൂൾ 0. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിനും ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിനും നെറ്റ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ടാവും, യാതൊരു സംശയമില്ല. ഡയമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് 0 ആണ്. അപ്പൊ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. മാഗ്നറ്റിക് ഈസ് നോൺ സീറോ, അതും ശരിയാണ്. പാരാമാഗ്നറ്റിക് നോൺ സീറോ, അപ്പൊ ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അടുത്ത തന്നെ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ the net magnetic moment in each domain is 0. നോക്കിയേ, ഓരോ മാഗ്നറ്റിക് മൊമെന്റേയും നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് 0 ആണ് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്നാണ് പറയുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അടുത്തത് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് ഈച്ച് ഡൊമൈൻ ഈസ് നോട്ട് 0. ദാറ്റ് ഈസ്, ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തേർഡ് എന്താണ് പറയുന്നത്? ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് 3 ആണ്. അതുകൊണ്ട് ആ സാധനം ആണ് നമ്മുടെ ഇവിടുത്തെ ഉത്തരം. ഇനി ഒരു കാര്യം ഇവിടെ ഞാൻ പറയാം. എന്താണ് മാഗ്നറ്റിക് ഡൊമൈൻ എന്നുള്ള കാര്യം ഇവിടെ പറയാം. നമുക്കറിയാം പാരാമാഗ്നറ്റിസത്തിന്റെ കാരണം എന്ന് പറയുന്നത് സ്പിന്നിങ് ഓഫ് ഇലക്ട്രോൺ ആണ്. അതായത് ഇലക്ട്രോൺ ഇങ്ങനെ സ്പിൻ ചെയ്ത് നിൽക്കുന്നതാണ് പാരാമാഗ്നറ്റിസത്തിന്റെ കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇലക്ട്രോൺ ഇങ്ങനെ സ്പിൻ ചെയ്ത് നിൽക്കുകയാണ്. എന്നാൽ ഡയാമാഗ്നറ്റിസത്തിന്റെ കാരണം എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ഇലക്ട്രോണുകൾ, നിങ്ങൾ നോക്കിയോളാം, ഇങ്ങനെ ഇരിക്കും. ലക്ഷക്കണക്കിന് ഇലക്ട്രോണുകൾ, ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ഇലക്ട്രോണുകൾ ഇങ്ങനെ. ഓക്കെ, അല്ലെ അങ്ങനെയും വേണ്ട. ഒരു കോടിക്കണക്കിന് ഇലക്ട്രോണുകൾ ഇരിക്കും. ഇതാ ഇവിടെ ഇതാ ഇങ്ങനെ. ഇത് ഒരു സ്പിന്നാണ്, ഇത് ഒരു സ്പിന്നാണ്, ഇത് മറ്റൊരു സ്പിന്നാണ്, ഇത് അടുത്ത സ്പിന്നാണ്, ഇത് അടുത്ത സ്പിന്നാണ്.
ഇങ്ങോട്ട് വരുമ്പോൾ ഇതൊരു സ്പിന്നാണ്, ഇതൊരു സ്പിന്നാണ്. ഇത് വളരെ ഒരു 10⁻21 മാറ്റങ്ങളൊക്കെ വരും കേട്ടോ. ഞാനിങ്ങനെ വരച്ചു എന്നുള്ളത് മാത്രം. ഇത് ഒരു സ്പിന്നാണ്. ഇനി അടുത്ത സാധനം എന്ന് പറയുന്നത് ഇത് ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും. ഒരു സ്പിന്നാണ്. ഈ സംഗതിയാണ് നമ്മൾ സാധാരണയായിട്ട് മാഗ്നറ്റിക് ഡൊമൈൻ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെയാണ്. അപ്പൊ ഫെറോമാഗ്നറ്റിക് ഡൊമൈൻസ്. അപ്പൊ ഫെറോമാഗ്നറ്റിക് ഡൊമൈൻസ് ഈസ് നത്തിങ് ബട്ട് ദ കളക്ഷൻ ഓഫ് എന്താണ് പറയുന്നത് മാഗ്നറ്റിക് മൊമെന്റ്സ്. ഓരോ ഇലക്ട്രോണിന്റെയും മാഗ്നറ്റിക് മൊമെന്റ്സിന്റെ കളക്ഷൻ ആണ്. ഇതൊരു 10⁻21 ആറ്റം വരെ, 10⁻21 ആറ്റം വരെ ഒരു ഡൊമൈനിൽ വരാം. അപ്പൊ ഈ ഡൊമൈനിന് ഇതിൻ്റെതായിട്ടുള്ള ഒരു മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ട്, മറക്കരുത്. ഈ ഡൊമൈനിന് ഇതിൻ്റെതായിട്ടുള്ള ഒരു മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ട്. ഇതിന് ഇതിൻ്റെതായിട്ടുള്ള ഒരു ഇപ്പൊ ഇത് μ1 ആണെന്ന് വിചാരിക്കുക, അല്ലെ m1 ആണെന്ന് വിചാരിക്കുക. ഇലക്ട്രോണിന്റെ നമ്മൾ μ എന്നാണ് എടുത്തത്, ബോർ മാഗ്നറ്റോട് എടുത്തത് നിങ്ങൾക്ക് ഓർമ്മ കാണും. EH/4πm ആണ് നമ്മൾ എടുത്തത്. അപ്പൊ ഇത് μ1 അല്ലെ m1 എന്ന് എടുക്കുക. ഇത് μ2 ആണെന്ന് വിചാരിക്കുക, ഇത് μ3 ആണെന്ന് വിചാരിക്കുക, ഇത് μ4 ആണെന്ന് വിചാരിക്കുക. ഇറ്റ് ഈസ് ക്വൈറ്റ് ക്ലിയർ ദാറ്റ് ഈ കാര്യങ്ങൾ നമുക്ക് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമുണ്ട്. μ1ഉം μ3യുടെ ക്യാൻസൽ ആയി പോകും, കാരണം ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. μ1 ഒരു മൊമെന്റ് ഉണ്ട്, μ3 ഒരു മൊമെന്റ് ഉണ്ട്, ഇത് ക്യാൻസൽ ആയി പോകും. അതുപോലെ തന്നെ μ4ഉം μ2യുടെ ക്യാൻസൽ ആവും, രണ്ടും ആന്റി പാരലൽ ആണ്, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. പക്ഷെ എപ്പോഴാണോ നിങ്ങൾ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്നത്, എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കൊടുക്കുമ്പോൾ ഈ ഡൊമൈൻ ഇങ്ങനെയായി മാറുന്നത് കാണാൻ നിങ്ങൾക്ക്. ഇത് ഇങ്ങനെയായിട്ട് മാറും. ഇതെവിടെയുണ്ട്? അത് ഞാൻ ചെറുതായിട്ടേ വരയ്ക്കുന്നുള്ളൂ. ഇതിവിടെയുണ്ട്. ഇത് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു ചോദിച്ചപ്പോ, ഈ ഡയറക്ഷനിലേക്ക് ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്താൽ എല്ലാ എന്താണ് പറയുന്നത് സ്പിന്നുകളും അതേ ഡയറക്ഷൻ തന്നെ അലൈൻ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ? എല്ലാം അതേ ഡയറക്ഷൻ തന്നെ അലൈൻ ചെയ്യും. അപ്പൊ ഇതാണ് ഇതിന്റെ കളി, ഇവിടുത്തെ കളി. ഇതാണ് ഇവിടുത്തെ കളി. അപ്പൊ നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത് മാക്സിമം. ഇതേ പ്ലസ് ഇതേ പ്ലസ് ഇതേ പ്ലസ് ഇതാവും. ഇത് നേരത്തെ ഇത് രണ്ടോ ക്യാൻസൽ ആയി പോകും, നേരത്തെ ഇത് രണ്ടോ ക്യാൻസൽ ആയി പോകും. അപ്പം ഇൻ ദ ലൈറ്റ് ഓഫ് ദാറ്റ് ഫാക്ട്, അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇവിടെ പറയാൻ പറ്റും ഫെറോമാഗ്നറ്റിക് ഡൊമൈനിനെ സംബന്ധിച്ച് ഓരോ ഡൊമൈനിലെയും മാഗ്നറ്റിക് ഈച്ച് ഡൊമൈൻ 0 ആണെന്ന് പറയുന്നത് തെറ്റാണ്. എല്ലാം കൂടെ ചേരുമ്പോഴാണ്, എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചില്ലെങ്കിൽ എല്ലാ ഡൊമൈനൂടെ ചേരുമ്പോഴാണ് 0 ആകുന്നത്. ഈച്ച് ഡൊമൈനിലെ ഒരു കാരണവശാലും 0 ആകില്ല. അത് തെറ്റായ ഉത്തരമാണ്. അതുകൊണ്ട് അതാണ് ശരിയായ ഉത്തരം. അടുത്തതിലേക്ക് വരാം. ക്ലിയർ ആയല്ലോ? പറഞ്ഞ കാര്യം ക്ലിയർ ആയല്ലോ? അടുത്ത, each iron is used to soft iron is used to manufacture electromagnets because of their സോഫ്റ്റ് മാഗ്നറ്റ് ഇതായിട്ട് ഉപയോഗിക്കുന്നത്, ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് കാരണം എന്ത്? ഇതാണ് നമ്മളോടുള്ള ചോദ്യം. എന്തുകൊണ്ട് സോഫ്റ്റ് മാഗ്നറ്റ് സോഫ്റ്റ് മാഗ്നറ്റ് ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെ സോറി ഇതിന്റെ രണ്ടിന്റെ കൂടെ ഹിസ്റ്ററിസിസ് കർവുകളെ നമ്മൾ കമ്പയർ ചെയ്തിരുന്നു, അല്ലെ? സോഫ്റ്റ് അയണിന്റെയും അതുപോലെ തന്നെ സ്റ്റീലിന്റെയും ഹിസ്റ്ററിസിസ് കർവുകളെ നമുക്ക് കമ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്ത ഒരു ഫിഗർ ഞാൻ ഇവിടെ എവിടെയോ നിങ്ങളെ കാണിച്ചിരുന്നു എന്നാണ് എന്റെ വിശ്വാസം. അതായി ഇവിടെ ഉണ്ട്. വേണ്ട, ഞാനൊരു പുതിയ ഫിഗർ വരയ്ക്കാം. അതാണ് ഒരു പുതിയ ഫിഗർ നമ്മൾ പരിഗണിക്കുമ്പോൾ നമ്മൾ സോഫ്റ്റ് അയൺ പരിഗണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, സോഫ്റ്റ് അയൺ ആകുമ്പോൾ ടെമ്പററി മാഗ്നറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. ഇത് ഇവിടെ നമ്മൾ എച്ച് ആണ്, എക്സ്റ്റേണൽ മാഗ്നറ്റൈസിങ് ഫീൽഡ്. ഇവിടെ നിങ്ങൾക്ക് BO IO ഉപയോഗിക്കാം. ഞാൻ നിങ്ങളോട് പറഞ്ഞു, B ഈസ് എ മെഷർ, അല്ലെ B ഈസ് എ ടൂൾ ഫോർ ഫൈൻഡിങ് ഔട്ട് ദ എമൗണ്ട് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, അല്ലെ എമൗണ്ട് ഓഫ് മാഗ്നറ്റൈസേഷൻ ഹാപ്പൻസ്. അത് പക്ഷെ ഒരു എക്സ്റ്റേണൽ മെഷർമെന്റ് ആണെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞത്. ഈ ഫിഗർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് വെളിയിലുള്ള ഒരു ഏരിയ എടുത്തതിന് ശേഷം ആ ഏരിയയിലെ, മക്കളെ ഞാൻ ഒരു കാര്യം ഇവിടെ നിങ്ങളോട് ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഈ ചെറുതായിട്ട് അല്ലെ കുറച്ചുകൂടെ വലുതായി കാണണം എന്ന് നിങ്ങൾ പറഞ്ഞു. ആ വലുതായി കാണണമെന്ന് പറഞ്ഞത് എന്താണ്? എഴുതുന്നതാണോ ഫിഗർ ആണോ വലുതായിട്ട് കാണേണ്ടത്? ഞാൻ ഈ
പേനയും കൊണ്ട് ഈ എഴുതുന്നതാണോ വലുതായി കാണേണ്ടത്, അതോ ഫിഗറുകളാണോ വലുതായി കാണേണ്ടത്, അതോ കഴിഞ്ഞ ദിവസം സ്ക്രീൻഷോട്ട് എടുക്കാൻ പറഞ്ഞ ഈ സംഗതികളാണോ വലുതായി കാണേണ്ടത്? ഏതാണ് നിങ്ങൾക്ക് വലുതായി കാണേണ്ടത്? രാവിലെ നിങ്ങളുടെ കോർഡിനേറ്റർ വിളിച്ചു പറഞ്ഞു, സാർ എത്രയോടെ വലുതായി കാണണം എന്ന് അവരുടെ ആഗ്രഹം പറഞ്ഞു എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്താണ് വലുതായി കാണുന്നത്? എഴുതുന്നതാണോ, അതോ, ഞാൻ വീണ്ടും ചോദിക്കുന്നു, വെറുതെ എന്റെ തൊണ്ടയിലെ വെള്ളം കളയിക്കരുത്, എഴുതുന്നതാണ്. ഇപ്പൊ ഇത് ഞാൻ വളരെ ചെറുതായിട്ടാണ്, ഐസോക്ലിനിക് ഗണിക്കുന്നത് വളരെ ചെറുതായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അത് ഞാൻ നിങ്ങളോട് അന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് വലുതാക്കണമെങ്കിൽ ഈ സ്ക്രീനിൽ പിടിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് നിങ്ങളുടെ തന്നെ മൊബൈൽ സ്ക്രീനിൽ പിടിച്ച് വലുതാക്കാവുന്നേ ഉള്ളൂ. അത് പോട്ടെ, അത് രണ്ടാമത്തെ വിഷയം. അടുത്ത കാര്യം എന്ന് പറയുന്നത് അതാണോ, അതോ നമ്മളുടെ ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണോ, അതോ ഫിഗേഴ്സ് ആണോ? ഏതാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ വലുതായി കാണേണ്ടത്? എനിക്ക് കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല. ആരോ ഒന്നോ രണ്ടോ പേര് കുറച്ചുകൂടെ വലുതായി കാണണമെന്ന് പറഞ്ഞു മക്കളെ. അത് അവർക്ക് വേണ്ടി പരിഹരിക്കാൻ വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. അജയ് സാറേ, ഹലോ. നിങ്ങൾ ആരെങ്കിലും ആർക്കാണോ അഭിപ്രായമുള്ളവർ? എനിക്ക് ജാതകം, ജ്യോതിഷം, മഷിനോട്ടം ഇങ്ങനെയുള്ള യാതൊരു പരിപാടികളും എനിക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത്. ആരെ സംബന്ധിച്ചാണ് എന്താണ് കാണേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക്, ഞാനത് വേണ്ടത് ചെയ്യാം. കാരണം നിങ്ങൾക്ക് ആരോ ഒന്നോ രണ്ടോ പേര് പറഞ്ഞു ആർക്കോ കാണാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. അത് ആരാണ്, അല്ല എന്താണ്, ആരാണെന്ന് പറയണ്ട, എന്താണ് എന്നുള്ളത് ഒന്ന് അറിയിച്ചാൽ നല്ലതാണ്. എന്താണ് വലുതായി കാണുന്നത്? അതായത് എഴുത്താണോ, അതോ ഫിഗറുകളാണോ, അതോ ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറഞ്ഞ കാര്യമാണോ? ആരെങ്കിലും മറുപടി പറയണം. ഓരോ മിനിറ്റും വിലപ്പെട്ടതാണ്. അത് വെറുതെ സമയം കൊല്ലരുത്. ആരും വേണ്ടില്ല. അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് ഒരു സാധനം ഇല്ലാത്തപ്പോ അപ്പൊ ഞാൻ നേരത്തെ ഉള്ളതുപോലെ തന്നെ അങ്ങനെ അത് എനിക്ക് തുടരേണ്ടി വരും. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ ക്ലാസ്സിൽ ഏതാണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു എത്ര പേരുണ്ട്? 51 പേര് നമ്മളുടെ ക്ലാസ്സിലുണ്ട്. ഈ 51 പേരിൽ ഒരു 2 പേര് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തുനിന്ന് ഞാൻ ഉൾപ്പെടെ ആയിരിക്കാം. ബാക്കിയുള്ള ആർക്ക് ആയിക്കോട്ടെ, എന്താണ് പ്രശ്നം എന്ന് എന്നോടൊന്ന് പറയണം. എന്താണ് കാണാൻ പറ്റാത്തത് എന്നോടൊന്ന് പറയണം. ഓക്കെ, അതൊരുമാതിരി നട്ടലില്ലായ്മയായി പോയേ. അതായത് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റാതിരിക്കുന്നത് വളരെ മോശമായി പോയി. പോട്ടെ, എനിക്ക് പ്രത്യേകിച്ച് നഷ്ടപ്പെടാനില്ല, നിങ്ങൾക്കാണ്. അപ്പൊ അതിന്റെ അർത്ഥം ഒരു ഉടായിപ്പ് നമ്പർ പറഞ്ഞതാണ് എന്ന് ഞാൻ മനസ്സിലാക്കണം. മൊബൈൽ സ്ക്രീൻ ചെറുതായതുകൊണ്ട് പിന്നെ ഇച്ചിരി വലുതാക്കണം എന്ന് പറഞ്ഞു. അതിന്റെ ആദ്യത്തെ ദിവസം തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് നിങ്ങളുടെ മൊബൈൽ സ്ക്രീൻ ഉണ്ട്, അത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ മൊബൈൽ സ്ക്രീൻ 2 വിരൽ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കിയാൽ മതി, എത്ര വേണമെങ്കിലും നമുക്ക് എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. അത് ഒന്നാമത്തെ മാർഗം. രണ്ടാമത്തെ മാർഗം നിങ്ങൾ എന്നോട് പറയേണ്ടതാണ്. അത് നിങ്ങൾ പറയുന്നതുമില്ല, ഞാൻ എന്താ ചെയ്യുക? അപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഫെറോ ആൻഡ് ഡയമഗ്നറ്റിസത്തെ സംബന്ധിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞത്. അപ്പൊ അതിനു മുമ്പ് ഞാൻ പറഞ്ഞത് 2 മാർഗങ്ങളാണ് നമുക്കുള്ളത്. മാഗ്നറ്റിസത്തെ നമുക്ക് അനലൈസ്, ഒരു സാധനം മാഗ്നറ്റൈസ് ചെയ്തോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാൻ വേണ്ടി 2 മാർഗങ്ങളാണ് ഉള്ളത്. അതിൽ ഒരു മാർഗമാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. ഒരു മാഗ്നറ്റ് എടുക്കുക, ആ മാഗ്നറ്റിന്റെ വെളിയിലുള്ള ഒരു പ്രതലം, യൂണിറ്റ് ഏരിയ ഉള്ള ഒരു സർഫസ് പരിഗണിക്കുക. അവിടെ കൂടെ കടന്നു പോകുന്ന ലൈൻസ് ഓഫ് ഫോഴ്സിനെ എണ്ണി നോക്കുക. ലൈൻസ് ഓഫ് ഫോഴ്സിനെ നിങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ നമ്മൾ വിളിക്കുന്നത് ബി എന്നാണ് വിളിക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. അതിനെ നമ്മൾ ബി എന്ന് വിളിക്കുന്നു. ആ ബി ആണ് ഈ കാണുന്നത്. ബി ഈസ് ഈക്വൽ ടു എന്താണ് 5/a. അങ്ങനെ നമുക്ക് മെഷർ ചെയ്യാം. ഇനി അല്ലെങ്കിൽ നമുക്ക് അടുത്ത ഒരു മാർഗമുണ്ട്. എത്രമാത്രം മാഗ്നറ്റൈസേഷൻ നടന്നു എന്നറിയാനുള്ള അടുത്ത മാർഗമാണ് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. അത് നിങ്ങൾക്ക് അറിയാം എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ കിടക്കുന്നു. ഇവിടെയാണ് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ഇസ് ദ മാഗ്നറ്റിക് മൊമെന്റ് പെർ യൂണിറ്റ് വോളിയം. മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത് പോൾ സ്ട്രെങ്ത് ഇൻടു ലെങ്ത് ആണ്. അപ്പോൾ ഈ എം നമ്മൾ മെഷർ ചെയ്യുന്നു എന്ന് പറയുന്നത്
പറയുമ്പോൾ ആക്ച്വലി പോൾ സ്ട്രെങ്ത് തന്നെ നമുക്ക് ഇന്റേണൽ എത്രമാത്രം മാഗ്നറ്റൈസ് ചെയ്തു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. മെഷർമെന്റ് ഓഫ് ബി എന്ന് പറയുന്നത് വെളിയിലെ യൂണിറ്റ് ഏരിയ വെച്ചാണ് നമ്മൾ പരിഗണിക്കുന്നത്. മെഷർമെന്റ് ഓഫ് ബി പറയുമ്പോൾ നമ്മൾ വെളിയിലുള്ള ഒരു യൂണിറ്റ് ഏരിയ എടുക്കുന്നു, അതൊരു എക്സ്റ്റേണൽ മെഷർമെന്റ് ആണ്. അതായത് നമ്മൾ പൾസ് പിടിച്ച് നോക്കി രോഗം കണ്ടുപിടിക്കുന്നത് പോലെയാണ് ബി നമ്മൾ അനലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ. ടു ഫൈൻഡ് ഔട്ട് ബി കണ്ടുപിടിക്കണമെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഏരിയ നമ്മൾ പരിഗണിക്കുന്നു. ഇനി ടു ഫൈൻഡ് ഔട്ട് ഐ നമ്മൾ കണ്ടുപിടിക്കാൻ ഇന്റേണലി ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്, എത്രമാത്രം മാഗ്നറ്റൈസ് ചെയ്തു എന്ന് മനസ്സിലാക്കാനുള്ള മറ്റൊരു മാർഗമാണ് എന്തെന്ന് പറയുന്നത് ഐ. അപ്പോൾ അത് നമ്മൾ ബ്ലഡ് എടുത്തിട്ട് ചെക്ക് ചെയ്യുന്ന പോലാണ്. സോ ബി ആൻഡ് ഐ ആർ ടു ടൂൾസ്, രണ്ട് ടൂൾസ് ആണ് ടു ഐഡന്റിഫൈ ദ എക്സ്റ്റെന്റ് ഓഫ് മാഗ്നറ്റൈസേഷൻ, എത്രമാത്രം മാഗ്നറ്റൈസേഷൻ നടന്നു എന്നുള്ളത് ടൂൾസ് ആണ് ബിയും ഐയും. The simple or sheer difference is that B is a kind of external measurement and I is a kind of internal measurement. ഇതാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ബിയോ ഐയോ നമ്മൾ ഇതാണ് നമ്മുടെ സ്റ്റീലിന്റെ ഹിസ്റ്ററിസിസ് കർവ്. അത് വളരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതിന് ഏരിയ വളരെ കൂടുതലായിരിക്കും. സ്റ്റീലിന്റെ ഹിസ്റ്ററിസിസ് കർവാണ് നിങ്ങൾ കാണുന്നത്. ഇതാണ് സ്റ്റീൽ. സ്റ്റീലിന്റെ ഹിസ്റ്ററിസിസ് കർവാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇങ്ങോട്ടുണ്ടെങ്കിൽ മൂലവരെയുണ്ട്. ഇതിൽ ഓരോന്നിന്റെയും പേരുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അതിനകത്ത് നിങ്ങൾ പഠിച്ചു. ഇത് മാഗ്നറ്റിക് സാച്ചുറേഷൻ ആണ്, ഇത് കൊയേഴ്സിവിറ്റി ആണ്, ഇത് റിറ്റൻറ്റിവിറ്റി ആണ്, ഇത് കൊയേഴ്സിവിറ്റി ആണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓരോ പ്രാവശ്യവും ഇങ്ങോട്ട് മാഗ്നറ്റൈസ് ചെയ്യുമ്പോഴും ഡിമാഗ്നറ്റൈസ് ചെയ്യുമ്പോഴും വീണ്ടും മാഗ്നറ്റൈസ് ചെയ്യുമ്പോഴും ഡിമാഗ്നറ്റൈസ് ചെയ്യുമ്പോഴും ഒക്കെ ഈ ഓരോ സാഹചര്യങ്ങളിലും എനർജി വേസ്റ്റ് ആയിക്കൊണ്ടേ പ്രൈമറി കോയിലാണ്, ഇത് ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി കോയിലാണ്. ഇവിടെ നിങ്ങൾക്ക് അറിയാം ഇങ്ങനെയാണ് ട്രാൻസ്ഫോമർ ചുറ്റിയിരിക്കുന്നത്. ഇത് സോഫ്റ്റ് ചെയിൻ ആണ്. സോഫ്റ്റ് ചെയിനിന്റെ മണ്ടയ്ക്ക് ഒരു പ്രൈമറി കോയിലും ഒരു സെക്കൻഡറി കോയിലും ചുറ്റിയാണ് ട്രാൻസ്ഫോമർ ഉണ്ടാക്കുന്നത് എന്നുള്ളതായിരുന്നു നമുക്കറിയാം. ട്രാൻസ്ഫോമറിന്റെ ഇൻപുട്ടാണ് ഈ കാണപ്പെടുന്നത്. ഇൻപുട്ടിൽ കൂടെ കടന്നു പോകുന്നത് AC ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. AC ഇങ്ങനെ കടന്നു പോവാം. AC കടന്നു പോകുമ്പോൾ നോക്കിയും കറണ്ട് ക്യാരിയിങ് കോയിലാണിത്. കറണ്ട് ക്യാരിയിങ് കോയിൽ മാഗ്നറ്റിക് ഫീൽഡിനെ ഉണ്ടാക്കും എന്നുള്ളത് നമുക്കറിയാം. കറണ്ട് ക്യാരിയിങ് കോയിൽ എപ്പോഴും മാഗ്നറ്റിക് ഫീൽഡ് സൃഷ്ടിക്കുന്നതായിരുന്നു നമുക്കറിയാം. അപ്പോൾ ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പൊ ഇത് ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ ഉണ്ടാക്കും. ഈ കോയിൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ കോയിലിന്റെ നടുക്കായിട്ടാണ് നമ്മുടെ ഈ സോഫ്റ്റ് ചെയിൻ ഇരിക്കുന്നത്. സോഫ്റ്റ് ചെയിൻ ഈസ് പ്ലേസ്ഡ് അറ്റ് ദ സെന്റർ. സോഫ്റ്റ് ചെയിൻ അതിന്റെ നടുക്കാണ്ടിരിക്കുന്നത്. അപ്പൊ ഈ സോഫ്റ്റ് ചെയിൻ മാഗ്നറ്റൈസ് ചെയ്യപ്പെടും എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. സോഫ്റ്റ് ചെയിൻ മാഗ്നറ്റൈസ് ചെയ്യപ്പെടുന്നതുകൊണ്ട് ഈ ഫീൽഡിനെ നമ്മൾ മാഗ്നറ്റൈസിങ് ഫീൽഡ് എന്ന് വിളിക്കും. അപ്പോൾ ഈ പറയുന്ന പ്രൈമറി കോയിലിൽ കൂടെ കറണ്ട് ഒഴുകുമ്പോൾ പ്രൈമറി കോയിലിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ആ പ്രൈമറി കോയിൽ ഇരിക്കുന്നത് പ്രൈമറി കോയിലിന്റെ നടുഭാഗത്ത് സോഫ്റ്റ് ചെയിൻ ഇരിപ്പുണ്ട്. അപ്പൊ സോഫ്റ്റ് ചെയിൻ മാഗ്നറ്റൈസ് ചെയ്യപ്പെടും. അതുകൊണ്ട് പ്രൈമറി കോയിലിൽ ഉണ്ടാകുന്ന ഫീൽഡിനെ മാഗ്നറ്റൈസിങ് ഫീൽഡ് എന്ന് വിളിക്കും. അപ്പൊ ആ മാഗ്നറ്റൈസിങ് ഫീൽഡിന്റെ സ്വഭാവം ആലോചിച്ച് നോക്കി. കറണ്ടിന്റെ സ്വഭാവം ഇതാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. കറണ്ടിന്റെ സ്വഭാവം ഇതാണ് ടൈമുമായിട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എവിടെ കൂടെ ഒഴുകുന്ന കറണ്ട്? പ്രൈമറി കോയിലിൽ കൂടെ ഒഴുകുന്ന AC-യുടെ സ്വഭാവമാണിത്. അങ്ങനെയാണെങ്കിൽ പ്രൈമറി കോയിലിൽ ഉണ്ടാകുന്ന മാഗ്നറ്റൈസിങ് ഫീൽഡിന്റെ സ്വഭാവം അതായിരിക്കത്തില്ലേ? കറണ്ട് മാക്സിമം ആകുമ്പോൾ മാഗ്നറ്റൈസിങ് ഫീൽഡ് മാക്സിമമായി, കറണ്ട് മാക്സിമമായി, ഇതായപ്പോൾ ഇതായി. ഇതാണ് എച്ചിന്റെ സ്വഭാവം നമ്മൾ പറയുന്നത്. അപ്പൊ എച്ച് തണ്ടി ഇവിടെ ഇങ്ങോട്ട് സഞ്ചരിക്കുകയാണ്. എച്ചിന്റെ സഞ്ചാരം നോക്കണം. എച്ച് ഇവിടെ ഇങ്ങോട്ട് സഞ്ചരിച്ചു. എച്ച് ഇങ്ങോട്ട് സഞ്ചരിച്ചു. അതായത് ഇവിടോട്ട് നോക്കണം. എച്ച് തണ്ടി ഇവിടെ ഇങ്ങോട്ട് സഞ്ചരിച്ചു. ഇനി എച്ച് തിരിച്ചു വന്നു. തിരിച്ച് എച്ച് തണ്ടി ഇവിടെ വന്നു. നോക്കുക, ആ സാധനം തിരിച്ചു ഇവിടെ വന്നു. ഇനി എച്ച് നെഗറ്റീവ് ഡയറക്ഷനിൽ ഇവിടുന്ന് ഇങ്ങോട്ട് സഞ്ചരിച്ചു. അപ്പൊ എച്ച് നെഗറ്റീവ് ഡയറക്ഷനിൽ ഇവിടുന്ന് ഇങ്ങോട്ട് സഞ്ചരിച്ചു. ഇനി തിരിച്ച് എച്ച് വീണ്ടും സീറോയിലേക്ക് സഞ്ചരിച്ചു. എച്ച് തിരിച്ച് സീറോയിലേക്ക് സഞ്ചരിച്ചു. അപ്പൊ ഈ എഴുതിയിരിക്കുന്ന ഈ വരച്ചിരിക്കുന്ന എച്ചിന്റെ സ്വഭാവവും AC
കണ്ടിന്യൂസ് ആയിട്ട് ഒഴുകി പോകുമ്പോൾ എച്ചിന്റെ സ്വഭാവം തുല്യമാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്, ഇന്ത്യയിലെ AC-യുടെ ഫ്രീക്വൻസി എന്ന് പറയുന്ന 50 ഹെർട്സ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ ഇത്തരം 50 വേവ്സ് ആയിരിക്കും, 50 മാഗ്നറ്റൈസിംഗ് ഉണ്ടാവും, ടിക് 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 ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അങ്ങനെ 50 തവണ ഒരു സെക്കൻഡിൽ എച്ച് മാറിയാൽ 50 തവണ മാഗ്നറ്റൈസേഷനും ഉണ്ടാവുക. ഇങ്ങനെ ഇങ്ങനെ മാഗ്നറ്റൈസ് ചെയ്യുകയും ഡിമാഗ്നറ്റൈസ് ചെയ്യുകയും മാഗ്നറ്റൈസ് ചെയ്യുകയും ഡിമാഗ്നറ്റൈസ് ചെയ്യുകയും ചെയ്തുകൊണ്ടേയിരിക്കും. ക്ലിയർ ആയോ പറഞ്ഞത്? എങ്ങനെയാണ് ഈ സാധനം എന്താണ് പറഞ്ഞത്, അഡ്ജസന്റ് ആയിട്ട് മാഗ്നറ്റൈസേഷനും ഡിമാഗ്നറ്റൈസേഷനും വിധേയമാകുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. അപ്പൊ ചുമ്മാ മാഗ്നറ്റൈസേഷനും ഡിമാഗ്നറ്റൈസേഷനും വിധേയമായിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ എനർജി എച്ച് നഷ്ടപ്പെട്ടു പോവുകയാണ്. കാരണം ഒന്ന് മാഗ്നറ്റൈസ് ചെയ്യും, പിന്നെ ഡിമാഗ്നറ്റൈസ് ചെയ്യും, വീണ്ടും മാഗ്നറ്റൈസ് ചെയ്യും, ഡിമാഗ്നറ്റൈസ് ചെയ്യും. എച്ച് നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ കറണ്ടിന്റെ ഒരു ഭാഗം ഇത് കറണ്ടാണ്, കറണ്ട്. അപ്പൊ കറണ്ടിന്റെ ഒരു ഭാഗം നഷ്ടപ്പെടുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. കറണ്ടിന്റെ ഭാഗം നഷ്ടപ്പെടുക എന്നുള്ളത് അർത്ഥം. അപ്പോൾ കണ്ടിന്യൂസ് ആയി മാഗ്നറ്റൈസേഷനും ഡിമാഗ്നറ്റൈസേഷനും വിധേയമായിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എനർജി നഷ്ടപ്പെട്ടുകൊണ്ടേ. ഇതാണ് ഒരു സിസ്റ്റം. ചുമ്മാ വിചാരിക്കും. അപ്പൊ ഇതിനെ മാഗ്നറ്റൈസ് ചെയ്യാൻ കൂടുതൽ എനർജി ചെലവാക്കി, ഡിമാഗ്നറ്റൈസ് ചെയ്യാനും കൂടുതൽ എനർജി ചെലവാക്കി. അപ്പൊ ഏരിയ ഓഫ് ദ ഹിസ്റ്ററിസിസ് കർവ് എന്ന് പറയുന്നത് എനർജി വേസ്റ്റഡ് ആണ്. എനർജി വേസ്റ്റഡ് പെർ സൈക്കിൾ ഓഫ് മാഗ്നറ്റൈസേഷൻ. ഓരോ AC സൈക്കിളിലും എനർജി വേസ്റ്റ് ആക്കിയതിന്റെ അളവാണ് ഏരിയ. ഏരിയ ചെറുതെങ്കിൽ കുറച്ച് എനർജിയെ വേസ്റ്റ് ആയിട്ടുള്ളൂ മാഗ്നറ്റൈസ് ചെയ്യാനും ഡിമാഗ്നറ്റൈസ് ചെയ്യാനും. ഏരിയ കൂടുതലാണെങ്കിൽ കൂടുതൽ എനർജി ചെലവായി എന്നാണ് പറയുന്നത് മാഗ്നറ്റൈസ് ചെയ്യാനും ഡിമാഗ്നറ്റൈസ് ചെയ്യാനും എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഇവിടുന്ന് ഒരു ചോദ്യം പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് ഞാനിത് ആദ്യം പറയുന്നത്. ഒരു മെറ്റീരിയലിനെ, അതായത് സോഫ്റ്റ് ആണോ സ്റ്റീലോ എന്തെങ്കിലും ആയിക്കോട്ടെ, അതിനെ ട്രാൻസ്ഫോമറിന്റെ കോറായിട്ട് ഉപയോഗിച്ചു, എത്രമാത്രം ഹിസ്റ്ററിസിസ് ലോസ് അതിനകത്തിൽ ഉണ്ടായി, അല്ലെ ആകെ എത്ര എനർജി ലോസ് ആയി എന്ന് ചോദിക്കും. അതിന്റെ ഇക്വേഷൻ ഇതാണ്. Q is equal to VAFT. ഇതാണ് അതിന്റെ ഇക്വേഷൻ. വാഫ്റ്റ് എന്ന് പഠിച്ചാൽ മതി. ഇനി എന്താണെന്ന് പറയാം ഓരോന്ന്. V, വോളിയം ഓഫ് ദ മെറ്റീരിയൽ. ആ മെറ്റീരിയലിന്റെ വോളിയം എത്രമാത്രം തരും വോളിയം. A വളരെ ശ്രദ്ധിച്ചോണം. ഒന്നുകിൽ ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു AC-യുടെ സൈക്കിൾ, അപ്പൊ ഒരു H-ന്റെ സൈക്കിൾ, എനർജി ലോസ്റ്റ് പെർ സൈക്കിൾ. അല്ലെങ്കിൽ ഏരിയ ഓഫ് ദ സിംഗിൾ കർവ്. ഏരിയ ഓഫ് സിംഗിൾ കർവ്. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഏരിയ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? എനർജി ലോസ്റ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഈ F എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ഓസിലേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്. ഈ ഓസിലേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഫ്രീക്വൻസി അത് കറണ്ടിന്റെ ഫ്രീക്വൻസി തന്നെ ആയിരിക്കും. 50 ഹെർട്സ് എന്നോ 60 ഹെർട്സ് എന്നോ 40 ഹെർട്സ് എന്നൊക്കെ തരും. ഈ T എന്ന് പറയുന്നത് ടൈം ഓഫ് ഫ്ലോ ഓഫ്, അല്ലെ ടൈം ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് എക്സ്റ്റേണൽ മാഗ്നറ്റൈസിംഗ് ഫീൽഡ്. അല്ലെ എത്ര നേരം കറണ്ട് ഒഴുകി, എത്ര നേരം എക്സ്റ്റേണൽ മാഗ്നറ്റൈസിംഗ് ഫീൽഡ് കൊടുത്തു, അല്ലെങ്കിൽ എത്ര നേരം കറണ്ട് ഒഴുകി എന്നുള്ളതിന്റെ പ്രൂവ് ആണ് ആ കാര്യം. ക്ലിയർ ആയല്ലോ സംഗതി? ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ ഇക്വേഷൻ യാതൊരു കാരണവശാലും മറന്നു പോകരുത്. Q is equal to VAFT എഴുതി വെച്ചോണം. ഒരു സബ്സ്റ്റൻസിനെ നമ്മൾ ഓസിലേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചുകൊണ്ട്, അല്ലെ ഓസിലേറ്റിംഗ് ക്യാരിയിങ് കണ്ടക്ടറിന്റെ സമീപത്ത് വെച്ചുകൊണ്ട് മാഗ്നറ്റൈസ് ചെയ്യുകയും ഡിമാഗ്നറ്റൈസ് ചെയ്യുകയും ചെയ്യുമ്പോൾ കുറച്ച് എനർജി വേസ്റ്റ് ആകും. ആ വേസ്റ്റ് ആകുന്ന എനർജിക്കുള്ള ഇക്വേഷൻ ആണ് Q is equal to VAFT. അവിടെ V എന്ന് പറയുന്നത് വോളിയം ഓഫ് ദ മെറ്റീരിയൽ ആണ്. A എന്ന് പറയുന്നത് എനർജി ലോസ്റ്റ് പെർ സൈക്കിൾ ഓഫ് മാഗ്നറ്റൈസേഷൻ ആണ്. അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ദാറ്റ് ഈസ് ഏരിയ ഓഫ് എ എന്താണ് സിംഗിൾ കർവ് ആണ്. അടുത്ത് F എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഫ്രീക്വൻസി ആണ്. F എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് ദി ഓസിലേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്, അല്ലെങ്കിൽ ഫ്രീക്വൻസി ഓഫ് കറണ്ട് ആണ്. അടുത്ത T എന്ന് പറയുന്നത് ടൈം ഓഫ് ഫ്ലോ ആണ്. ഇത്രയും കാര്യങ്ങളാണ് അവിടെ പറയാം. നമ്മുടെ കാര്യത്തിലേക്ക് ഉണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനം താൽക്കാലികമായി സോഫ്റ്റ്. അപ്പൊ അതിന്റെ ഹിസ്റ്ററിസിസ് കർവ് വരയ്ക്കണം ഇങ്ങനെ.
ഇതാണ് അതിന്റെ റെസിസ്റ്റൻസ്. അതായത് ഇത് ബി ആണ്, ഇത് എച്ച് ആണെന്ന് വിചാരിക്കുക. പ്രത്യേകത സഡൻ മാഗ്നറ്റൈസേഷൻ. എച്ച് കൊടുത്തപ്പോഴത്തേക്ക് ബി മാക്സിമം ആയി. രണ്ടാമത്തത് ഹൈ റിറ്റൻറ്റിവിറ്റി ആണ്, അവശേഷിക്കും, മാഗ്നറ്റിസം അവശേഷിക്കും. ഹൈ റിറ്റൻറ്റിവിറ്റി റിറ്റൻറ്റിവിറ്റി. മൂന്നാമത്തത് ഇത് ഇങ്ങോട്ടുള്ള കൊയേഴ്സിവിറ്റി ആണ്, ലോ കൊയേഴ്സീവ് ഫോഴ്സ് അല്ലെങ്കിൽ കൊയേഴ്സിവിറ്റി. ഇതാണ് ഇത്. നമ്മൾ പെർമനന്റ് മാഗ്നറ്റ് ആണ് ഇങ്ങനെ നേരെ തിരിയും. കണ്ടോ, മാഗ്നറ്റൈസേഷൻ അളവ് കുറവായിരിക്കും, പക്ഷെ റിറ്റൻറ്റിവിറ്റി കുറവായിരിക്കും, പക്ഷെ കൊയേഴ്സിവിറ്റി വളരെ കൂടുതലാണ്. ഇതാണ് അതിന്റെ കാഴ്ചപ്പാട്. ഇത് സോഫ്റ്റ് അല്ല, സ്റ്റീലാണ്, ഓർ പെർമനന്റ് മാഗ്നറ്റ് ആണ്. ഇത് സോഫ്റ്റ് അയൺ ആണ്, അല്ലെങ്കിൽ ടെമ്പററി മാഗ്നറ്റ്. Soft iron is used to manufacture electromagnetics because of their magnetic permeability is high. Permeability എന്ന് പറയുന്ന സാധനം ഹൈ ആണ്, permeability mu ആണ്. അടുത്തത് റിട്ടൻറ്റിവിറ്റി സോഫ്റ്റ് അയൺ ആണ്. റിട്ടൻറ്റിവിറ്റി ആൻഡ് കൊയേഴ്സീവ് ഫോഴ്സ് ആർ സ്മോൾ. ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. റിട്ടൻറ്റിവിറ്റി ആക്ച്വലി ഹൈ തന്നെയാണ്, അത് ലോ അല്ല. റിട്ടൻറ്റിവിറ്റി ഹൈ ആണ്. കൊയേഴ്സീവ് ഫോഴ്സ് സ്മോൾ ആണ്. ഇത് ശരിയാണ്, ഇതും ശരിയാണ്. ഇതിനകത്തുള്ളൊരു ചെറിയ പ്രശ്നമുണ്ട്. പിന്നെ റിറ്റൻറ്റിവിറ്റിയും കൊയേഴ്സിവിറ്റിയും എന്താണ് പറയുന്നത്, സ്മോൾ ആണ് എന്ന് എഴുതി എന്ന് പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അടുത്ത് നോക്കാം. റിറ്റൻറ്റിവിറ്റി ഹൈ മാത്രമേ പറയുന്നുള്ളൂ. അടുത്തത് കൊയേഴ്സീവ് ഫോഴ്സ് ഹൈ ആണ്, തെറ്റാണ്. ടെമ്പററി മാഗ്നറ്റിന് ഒരിക്കലും കൊയേഴ്സീവ് ഫോഴ്സ് വലുത് വരത്തില്ല. അടുത്ത ഏരിയ ഓഫ് ദ ഹിസ്റ്ററിസ് കർവ് ലാർജ് ആണ്, തെറ്റാണ്, ഇതും വരില്ല. അപ്പോൾ മാഗ്നറ്റിക് പെർമിയബിലിറ്റി ഹൈ ആണ്. നമ്മൾ ടെമ്പററി മാഗ്നറ്റ് ഉണ്ടാക്കാൻ പെർമിയബിലിറ്റി ഹൈ ആണ്. റിട്ടൻറ്റിവിറ്റി കൊയേഴ്സിവിറ്റി, റിറ്റൻറ്റിവിറ്റിയും ഹൈ ആണ്, കൊയേഴ്സിവിറ്റി സ്മോൾ ആണെന്നുള്ളതാണ് ശരി. ഇത് റിറ്റൻറ്റിവിറ്റി ഹൈ ആണ്, ഇത് ശരിയാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഇപ്പൊ തിയറട്ടിക്കലി നമ്മൾ പറയുമ്പോൾ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. തിയറട്ടിക്കലി പറയുമ്പോൾ റിറ്റൻറ്റിവിറ്റി ഹൈ ആണെങ്കിൽ കൊയേഴ്സിവിറ്റിയും ഹൈ ആയിരിക്കും, റിട്ടൻറ്റിവിറ്റി സ്മോൾ ആണെങ്കിൽ കൊയേഴ്സിവിറ്റിയും സ്മോൾ ആയിരിക്കും. ഇതാണ് കാഴ്ചപ്പാട്. അപ്പൊ തിയറട്ടിക്കൽ ബാർ മാഗ്നറ്റിനെ സംബന്ധിച്ച്, തിയറട്ടിക്കൽ സോഫ്റ്റ് അയണിനെ സംബന്ധിച്ച് നോക്കി, തിയറി സംബന്ധിച്ച് എന്താണ് പറയുന്നത്, ടെമ്പററി മാഗ്നറ്റിന്, തിയറി സംബന്ധിച്ച് ടെമ്പററി മാഗ്നറ്റിന് റിറ്റൻറ്റിവിറ്റിയും അതുപോലെ തന്നെ കൊയേഴ്സിവിറ്റിയും എന്താണ് പറയുന്നത്, സ്മോൾ ആണ്. പക്ഷെ പ്രാക്ടിക്കലി റിറ്റൻറ്റിവിറ്റി ഹൈ ആണെന്നുള്ള കാര്യം ഓർത്തോളൂ. ഈ രണ്ട് ഓപ്ഷനാണ്. പക്ഷെ ചോദ്യകർത്താവ് ഉദ്ദേശിക്കുന്ന ഈ ഉത്തരവാണ്. അതായത് മാഗ്നറ്റിക് പെർമിയബിലിറ്റി ഈസ് ഹൈ, റിറ്റൻറ്റിവിറ്റി ഈസ് ഹൈ ആൻഡ് കൊയേഴ്സിവിറ്റി ഈസ് സ്മോൾ എന്നായിരുന്നു വരേണ്ടത്. പക്ഷെ റിറ്റൻറ്റിവിറ്റി സ്മോൾ എന്ന് വന്നതുകൊണ്ട് ആ ഉത്തരത്തെ തള്ളിക്കളയാൻ പറ്റില്ല. ഇത് വെറുതെ നമ്മളോട് ചുമ്മാ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേക്കുന്നത് മാത്രമല്ല, റിറ്റൻറ്റിവിറ്റിയെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. റിറ്റൻറ്റിവിറ്റി മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കലും സോഫ്റ്റ് അയണിന്റെ ഇലക്ട്രോമാഗ്നറ്റിനെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് ഓപ്ഷൻ 1 ആണ് ശരി. ഓപ്ഷൻ 1 ഈ പരാമർശത്തിൽ ഒരു ചെറിയ ഒരു ആശയപരമായ പ്രശ്നമുണ്ട്, എന്നാൽ കൂടി ഇതാണ് ശരി. കാരണം സോഫ്റ്റ് അയൺ ശ്രദ്ധിച്ചോണം, ടെമ്പററി മാഗ്നറ്റുകളെ എപ്പോഴും നമ്മൾ പറയുന്നത് എന്തോ ഉപയോഗിച്ചോണം, കൊയേഴ്സീവ് ഫോഴ്സ് ലോ ആയിരിക്കണം എന്നാണ് ടെമ്പററി ബാർ മാഗ്നറ്റിന് വേണ്ട ഏറ്റവും വലിയ പ്രത്യേകത. ടെമ്പററി ബാർ മാഗ്നറ്റിന് കൊയേഴ്സീവ് ഫോഴ്സ് ലോ ആയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. പല ക്രൈറ്റീരിയ കാണും. ഇപ്പൊ മഴവിൽ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്കറിയാം, മഴവിലിനകത്തിൽ റെയിൻബോയ്ക്കകത്തിൽ രണ്ട് റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട്, ഒരു ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കുന്നുണ്ട്, ഒരു ഡിസ്പേർഷൻ സംഭവിക്കുന്നുണ്ട്. ഒരു ഡിസ്പേർഷൻ, ഒരു ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, രണ്ട് റിഫ്രാക്ഷൻ. പക്ഷെ നമ്മൾ പരിഗണിക്കുന്നത് മഴവിലിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് റിഫ്രാക്ഷൻ നല്ല പറയുന്നത്, ഡിസ്പേർഷൻ ആണ് അതിന്റെ കാരണം. അപ്പം 3 ലൈറ്റ് ഫിനോമിന നടക്കുന്നുണ്ടെങ്കിലും അതിലെ ഡോമിനന്റ് ആയിട്ട് നമ്മൾ പറയുന്ന ലൈറ്റ് ഫിനോമിന എന്ന് പറയുന്നത് ഏതാണ്, ഡിസ്പേർഷൻ ആണ്. 7 കളറായി കാണപ്പെടുന്ന പരിപാടിയാണ് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ കൊയേഴ്സിവിറ്റി മറ്റേത് മറിച്ചതും ഒക്കെ ഉണ്ടെങ്കിലും പെർമനന്റ് മാഗ്നറ്റിനെ സംബന്ധിച്ച് ശ്രദ്ധിച്ചോണം, പെർമനന്റ് മാഗ്നറ്റിനെ സംബന്ധിച്ചും
ടെമ്പററി മാഗ്നറ്റിനെ സംബന്ധിച്ചും ഏറ്റവും അടിസ്ഥാനപരമായ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ കൊയേഴ്സീവ് ഫോഴ്സ് ആണ്, അല്ലെ കൊയേഴ്സിവിറ്റി ആണ്. കൊയേഴ്സിവിറ്റി കൂടുതലാണെങ്കിൽ അത് പെർമനന്റ് മാഗ്നറ്റ് ആണ്, കൊയേഴ്സിവിറ്റി കുറവാണെങ്കിൽ അത് ടെമ്പററി മാഗ്നറ്റ് ആണ്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന സോഫ്റ്റ്വെയറിനെ സംബന്ധിച്ചാണ്. സോഫ്റ്റ്വെയർ ടെമ്പററി മാഗ്നറ്റ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതിന്റെ കൊയേഴ്സീവ് ഫോഴ്സ് ലോ ആയിരിക്കണം. അപ്പൊ ഇതല്ല. കൊയേഴ്സീവ് ഫോഴ്സ് ലോയെ കുറിച്ച് പറയുന്നത് ഈ കൺസെപ്റ്റ് ആണ്. അതുകൊണ്ട് ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആൻസർ. അതാണ് ഉത്തരം. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയല്ലോ? അടുത്ത 4 എണ്ണം നിങ്ങൾക്ക് ഞാൻ നിങ്ങൾ ചെയ്തോണ്ട് വരണമെന്ന് പറഞ്ഞതാണ്, എനിക്കറിയില്ല. എന്നാലും നോക്കിയോളൂ. 16. At a place, vertical component of Earth's magnetic field is √3 times of horizontal. അടുത്തത് the component of Earth's √3 times horizontal magnetic field of Earth. The magnetic needle suspended freely in air will be inclined at dash angle എന്നുള്ളതാണ് നമ്മളുള്ള ചോദ്യം. യെസ്, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ദാറ്റ് ഈസ് BV നമുക്കറിയാം. ഇതാണ് നമ്മുടെ ഫിഗർ. ഇങ്ങനെ വരും. ദിസ് ഇസ് എ ഫിഗർ. ഇതാണ് നമ്മുടെ ഫിഗർ. ഇത് BH ആണ്, ഇത് BV ആണ്, ഇതാണ് ഡെൽറ്റ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് √3 ടൈംസ്. അപ്പൊ BV എന്ന് പറയുന്നത് √3 ടൈംസ് BH ആണ്. അങ്ങനെയാണെങ്കിൽ താഴെ പറയുന്ന ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരി? നമുക്കറിയാവുന്ന കാര്യം tan θ is equal to അല്ലെ, tan θ is equal to BV divided by BH on tan θ. That is equal to √3 BH divided by BH. BH കൂടെ പോകും. tan θ is equal to √3 എന്ന് പോകും. tan θ is equal to √3. tan θ √3 ആണെങ്കിൽ θ is equal to 60 ഡിഗ്രി ആണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഉണ്ടോ? ഉണ്ടോ? ഇല്ല സർ. ഇല്ല. അപ്പൊ ഇതാണല്ലോ നമ്മൾ തീറ്റ അല്ലെ ഡെൽറ്റ പറഞ്ഞിരിക്കുന്ന ഈ സാധനമാണ്. അപ്പൊ അത് ഹൊറിസോണ്ടലുമായിട്ട് 60 ഡിഗ്രി ആംഗിളിലാണെന്നുള്ളതാണ് ഉത്തരം. ഇതാണ് ഉത്തരം. ഇറ്റ് ഈസ് അറ്റ് ആംഗിൾ 60 ഡിഗ്രി വിത്ത് ദ ഹൊറിസോണ്ടൽ. അടുത്തത്. In the figure illustrate how B flux density inside the sample of ferromagnetic substance varies with the external field B0. The external with B0യുമായി ബന്ധപ്പെട്ട് B0 എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം, H ആണ് B0. ഇവിടെ ഈ B എന്ന് പറയുന്നത് B അല്ലെങ്കിൽ I എന്ന് നമുക്ക് പറയാം. നോക്കാം. For the sample to be suitable for making permanent magnet. പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാക്കാൻ സ്യൂട്ടബിൾ ആയത് ഏതാണെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇനി നിങ്ങളോട് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാകാൻ വേണ്ടി വളരെ ശ്രദ്ധിക്കണം. പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാകാൻ വേണ്ടി നമുക്ക് വേണ്ടത് ലാർജ് റിറ്റന്റിവിറ്റി പറയാം. നോക്കിയേ, ലാർജ് റിറ്റന്റിവിറ്റി, ലാർജ് കൊയേഴ്സിവിറ്റി പറയാം. കാരണം പെർമനന്റ് മാഗ്നറ്റ് സ്ഥിരമായ മാഗ്നറ്റാ, അതിന് കിടിലൻ മാഗ്നറ്റിക് പ്രോപ്പർട്ടി വേണം. അപ്പൊ ലാർജ് റിറ്റന്റിവിറ്റി. അങ്ങനെ എങ്ങും അടിച്ചാലും കൊന്നാലും ഒന്നും മാഗ്നറ്റിക് പ്രോപ്പർട്ടി പോകാൻ പാടില്ല. അപ്പൊ ലാർജ് കൊയേഴ്സിവിറ്റി. ഇത് തിയറിയാണ്, തിയറി. പക്ഷെ പ്രാക്ടിക്കൽ ആസ്പെക്റ്റിൽ വരുമ്പോൾ ലാർജ് കൊയേഴ്സിവിറ്റി വരും. യാതൊരു സംശയം. നീല ഗ്രാഫ് നോക്കുക, ലാർജ് കൊയേഴ്സിവിറ്റി. പക്ഷേ എന്താണ് പറയുന്നത്, സ്മോൾ റിറ്റന്റിവിറ്റി മാത്രമേ വരൂ. സ്മോൾ ഒന്നും പറയുന്നത് ശരിയല്ല, മീഡിയം എന്നൊക്കെ നമുക്ക് പറയാം. അത്രയും സ്മോൾ ഒന്നും അല്ല, മീഡിയം. അപ്പം നോക്കി, ഇത് പെർമനന്റ് മാഗ്നറ്റ് ആണ്. പെർമനന്റ് മാഗ്നറ്റിന്റെ തിയറട്ടിക്കൽ കൺസെപ്റ്റ് ഇതാണ്. ലാർജ് റിറ്റന്റിവിറ്റി വേണം, ലാർജ് കൊയേഴ്സിവിറ്റി വേണം. റിറ്റന്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവശേഷിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ്. കൊയേഴ്സിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അവശേഷിക്കുന്നതിനെ കൂടെ മുടിപ്പിച്ച് കളയാൻ വേണ്ടി, അല്ലെ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ട നെഗറ്റീവ് മാഗ്നറ്റൈസിംഗ് ഫീൽഡ്. നെഗറ്റീവ് മാഗ്നറ്റൈസിംഗ് ഫീൽഡ് കണ്ടോ, എച്ചാണ് നെഗറ്റീവ് എച്ച്. ഇതാണ് റിറ്റന്റിവിറ്റിയും കൊയേഴ്സിവിറ്റിയും തമ്മിൽ വ്യത്യാസം. അപ്പൊ പെർമനന്റ് മാഗ്നറ്റിന്റെ തിയറട്ടിക്കൽ കൺസെപ്റ്റ് അനുസരിച്ച്, ഇത് തിയറിയാണ്, തിയറട്ടിക്കൽ കൺസെപ്റ്റ് അനുസരിച്ച് ലാർജ് റിറ്റന്റിവിറ്റിയും ലാർജ് കൊയേഴ്സിവിറ്റിയും. പക്ഷേ പ്രായോഗികതയനുസരിച്ച്, പ്രായോഗികമായി നമ്മൾ പറയുമ്പോൾ മീഡിയം റിറ്റന്റ് കണ്ടോ, ഇത്ര റിറ്റന്റിവിറ്റിയെ കാണുള്ളൂ, മീഡിയം റിറ്റന്റിവിറ്റി ഉള്ളൂ കണ്ടോ. പക്ഷെ കൊയേഴ്സിവിറ്റി കൂടുതലാണ്. ഇതാണ് അതിന്റെ കൺസെപ്റ്റ്. ഇനി ടെമ്പററി മാഗ്നറ്റ്. ടെമ്പററി മാഗ്നറ്റിന്റെ തിയററ്റിക്കൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്,
സ്മോൾ റിറ്റന്റിവിറ്റി, സ്മോൾ കൊയേഴ്സിവിറ്റി. പക്ഷെ പ്രാക്ടിക്കലായിട്ട് സംഭവിക്കുമ്പോൾ ലാർജ് റിറ്റന്റിവിറ്റി, സ്മോൾ കൊയേഴ്സിവിറ്റി. കണ്ടോ, ലാർജ് റിറ്റന്റിവിറ്റി ആണ് പ്രാക്ടിക്കലി, പക്ഷെ സ്മോൾ കൊയേഴ്സിവിറ്റി ആണ്. നോക്കാം. അപ്പൊ നമുക്ക് 17ാമത്തത്, ഫോർ പെർമനന്റ് ബാർ മാഗ്നറ്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള എന്താണ് പറയുന്നത്? എന്തൊക്കെയാ ഉള്ളത്? OQ/OR. അവിടെ പെർമനന്റ് ആകുമ്പോൾ OQയും കൂടുതലായിരിക്കണം, ORഉം കൂടുതലായിരിക്കണം. ഇതാണ് നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. OQയും ORഉം കൂടുതലായിരിക്കണം. ദിസ് ഈസ് ഓപ്ഷൻ. OQ ആൻഡ് OR ബോത്ത് ഷുഡ് ബി ലാർജ്. ഏതിനാണ്? തിയറട്ടിക്കലാണ്. പ്രാക്ടിക്കൽ ആവുമ്പോൾ OR കൂടുതലായിരിക്കും, OQ ഒന്നും വലുതായിട്ട് കൂടുതലാവൂല. bare magnet needle oscillates in a horizontal plane where with a period T at the place where the angle of dip is 60 degree. When the same needle is made to oscillate in a vertical plane with a magnetic meridian, its period will be. നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അത്. നല്ലൊരു ചോദ്യമാണ്, പലതവണ ആവർത്തിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത്. നിങ്ങൾക്ക് ഞാൻ നാളത്തേക്ക് ഹോംവർക്ക് തരാണ്. വളരെ സിമ്പിളായ ചോദ്യമാണ് ഇത്. ഹോംവർക്ക് ഈ 3 എണ്ണം നിങ്ങൾ ഹോംവർക്ക് ചെയ്യണം. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇതിന്റെ ആൻസർ മിക്കവാറും T/√2 √2T ആണ് വരുന്നത്. അത്രയും കാര്യങ്ങൾ ഓർത്തോളൂ. ആംഗിൾ ഓഫ് ഡിപ്പാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് രണ്ടിലൊന്ന് ഉത്തരം വരും. 19 സ്ഥിരമായ ക്വസ്റ്റ്യൻ ആണ്. ഏരിയ ഓഫ് BH curve measures energy loss. മൂന്നാമത്തെ per cycle of per unit volume per cycle of magnetization. അപ്പൊ അത് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത 20ാമത്തത്, the variation of magnetic susceptibility chi with the absolute temperature of a ferromagnetic substance. പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇത് ക്യൂറീസ് ലോ ആണ് പറയുന്നത്. അതായത് ക്യൂറീസ് ലോ പറയുന്നത് സസെപ്റ്റിബിലിറ്റി പ്രൊപ്പോർഷണൽ ടു 1/temperature. ഇതാണ് ക്യൂറീസ് ലോ. പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ സംബന്ധിച്ച് അത് കറക്റ്റ് ആണ്. അപ്പൊ ഇത് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ ആണ്, യാതൊരു സംശയമില്ല. ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ സംബന്ധിച്ച് അത് നോക്കി ഒരു പരിധി വരെ ഒബേ ചെയ്യും. ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ സംബന്ധിച്ച് ആ പരിധി കഴിഞ്ഞാൽ പിന്നെ ഒബേ ചെയ്യത്തില്ല എന്നുള്ളതാണ് അതിന്റെ രസകരമായ കാര്യം. അപ്പൊ പരിധി കാണിച്ചിരിക്കുന്ന ഈ ഒരിടത്ത് മാത്രമാണ്. ഇവിടം തൊട്ട് ഇവിടെ വരെ പാരാമാഗ്നറ്റിക്. ഇത് ഫെറോമാഗ്നറ്റിക്. ഇത് ഇവിടം തൊട്ട് ഇവിടെ വരെ. അപ്പൊ ഫെറോമാഗ്നറ്റിനെ കുറിച്ച് പറയുന്നത്, ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു പരിധി വരെ ക്യൂറീസ് ലോ ഒബേ ചെയ്യും, പിന്നീട് അത് പാരാമാഗ്നറ്റിക് ആയിട്ട് മാറും. പരിധി സൂചിപ്പിച്ചിരിക്കുന്ന ഇവിടെ മാത്രമാണ്. അപ്പോൾ 2 ഉത്തരം. സെക്കൻഡ് 1 ഉത്തരം. അയ്യോ, ഈ പ്രോബ്ലം നമ്മൾ ചെയ്തതാണ്. 21ാമത്തെ പ്രോബ്ലം നമ്മൾ ചെയ്തതാണ്, ഓൾറെഡി തന്നെ ചെയ്ത് കഴിഞ്ഞതാണ്. ഡബിളിംഗ് ആണ് പ്രോബ്ലം. 22nd പ്രോബ്ലം, മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഈസ് നെഗറ്റീവ് ഫോർ. ഒരു സംശയമില്ല, ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾക്കാണ്. അടുത്തത്, ഫോർ പ്രൊട്ടക്ടിങ് എ സെൻസിറ്റീവ് എക്യുപ്മെന്റ്. കണ്ട, അത് നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യമാണ്. അതും അബദ്ധത്തിൽ എന്ത് വന്നതാണ്, പിന്നെ നമ്മളുടെ റിപ്പറ്റീഷൻ വന്നതാണ്. 23rd പ്രോബ്ലം. 23rd പ്രോബ്ലത്തെ സംബന്ധിച്ച് നമ്മൾ അവിടെ പറഞ്ഞിരുന്നു. ഇതിനകത്തിലുള്ളതിൽ നമുക്ക് ഒന്നുകിൽ അയൺ ക്യാബിനകത്ത് വെക്കാം, അല്ലെങ്കിൽ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഉണ്ട് അതിനകത്ത് വെക്കാം. അടുത്ത 2 bar magnet having same geometry with the magnetic moments M and 2 are firstly placed in such a way that similar poles are. 24ാമത്തെ പ്രോബ്ലം അതൊന്ന് ആലോചിക്കാൻ വേണ്ടി, ഇത് നിങ്ങളോട് ഞാൻ ചെയ്യാൻ പറയുമായിരുന്നു, പക്ഷെ പറയില്ല. കാരണം നമുക്ക് പകുതി ഔട്ട് ഓഫ് സിലബസ് ആണെന്ന് പറയാം, പക്ഷെ സ്ഥിരം ചോദിക്കുന്നതാണ്. 24ാം പ്രോബ്ലം ആലോചിക്കാൻ വേണ്ടി സമയം തരും. 24th പ്രോബ്ലം ആലോചിക്കാൻ വേണ്ടി സമയം തരും.
വേഗമാട്ടെ. പ്രോബ്ലം നമ്പർ 24. വല്ല രക്ഷയുണ്ടോ? വല്ല രക്ഷയുണ്ടോ? ഇല്ല സാർ, അറിയില്ല. അറിയില്ല. ഇത് നമുക്ക് ബാർ മാഗ്നറ്റിന്റെ ടോർഷണൽ ഓസിലേഷൻ ഇക്വേഷൻ നമുക്കറിയാം. ടോർഷണൽ ഓസിലേഷൻ T is equal to, ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, T is equal to 2 pi into root of I divided by MB. ഇതാണ് നമ്മൾ പറഞ്ഞത് ടോർഷണൽ ഓസിലേഷൻ ഇക്വേഷൻ. എനിക്ക് ഓർമ്മയുണ്ട് ടോർഷണൽ ഓസിലേഷൻ ഇക്വേഷൻ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇതാ കിടക്കുന്നു. ഇതാണ് ഇക്വേഷൻ. T is equal to 2 pi into root of I by MB എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. ഇവിടെ നമ്മളോട് പറയുന്നത് രണ്ട് ബാർ മാഗ്നറ്റ് ഓഫ് സെയിം ജോമെട്രി, മാഗ്നറ്റിക് മൊമെന്റ് M2M ആണ്. Are first placed in such a way that their similar poles are in same sides. ഒരേ ജോമെട്രിയാണ്. Same sides. ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ T1 ആണ്. എന്നിട്ട് അപ്പൊ അവിടുത്തെ ടൈം പീരീഡ് T1 ആണ്. എന്നിട്ട് അവരുടെ പൊളാരിറ്റി തിരിച്ചു വെക്കാൻ പറയും. T2. അപ്പൊ നമുക്ക് T1 ഉണ്ട്, നമുക്ക് T2 ഉണ്ട്. രണ്ട് കാര്യങ്ങളുണ്ട്, യാതൊരു സംശയമില്ല. ഇനിയും ഒന്നിന്റെ മാഗ്നറ്റിക് മൊമെന്റ് എമ്മും അടുത്തതിന്റെ 2M ആണ് തന്നത്. ഈ ഡയറക്ഷനിൽ വെക്കുമ്പോൾ രണ്ടിന്റെയും മാഗ്നറ്റിക് മൊമെന്റ് തുല്യമാണ്. അപ്പൊ ഇവരുടെ മാഗ്നറ്റിക് മൊമെന്റ് 3M ആണ്. ഇത് എമ്മും ഇത് 2M. ഇങ്ങനെ വെക്കുമ്പോൾ ഇതിൻ്റെത് സൗത്ത് ഇത് നോർത്തിലോട്ടാണല്ലോ, അതാ പറഞ്ഞത്, സൗത്ത് ഇത് നോർത്തിലോട്ട്. ഇതിൻ്റെത് M ആണ്, ഇതിൻ്റെത് 2M ആണ്. അപ്പൊ റിസൾട്ടന്റ് എന്ന് പറയുന്നത് M ആണ്. മനസ്സിലായി? ഇത് റിസൾട്ടന്റ് എന്ന് പറയുന്നത് 3M ആണ്. ഇത് റിസൾട്ടന്റ്. ഇനി മൊമെന്റ് ഓഫ് ഇനർഷ്യ യാതൊരു സംശയമില്ല, I is equal to I1 plus I2 ആണ്. മൊമെന്റ് ഓഫ് ഇനർഷ്യ സ്കെലാർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഇവിടെ I is equal to I1 plus I2 ആണ്. കാരണം ദിശയില്ല, അതുകൊണ്ട് അങ്ങോട്ടിരുന്നാലും ഇങ്ങോട്ടിരുന്നാലും I1 plus I2 ആണ്. പക്ഷേ മൊമെന്റ് ദിശയുള്ളതാണ്. ഒരേ ഡയറക്ഷൻ ആകുമ്പോൾ 3M, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആകുമ്പോൾ M. അപ്പൊ ഒന്നാമത്തെ ടൈം പീരീഡ് നോക്കാം. ടൈം പീരീഡ് T1 is equal to 2 pi into root of I1 plus I2 divided by ഒരേ ഡയറക്ഷൻ വെക്കുമ്പോഴാ എമ്മിന്റെ വാല്യൂ 3M ആണ്. 3M into B. രണ്ടാമത്തെ നോക്കാം. T2 is equal to 2 pi into root of I1 plus I2 എന്ന് പറയുന്നത് അത് തന്നെയാണ്. കാരണം അത് സ്കെലാർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് അത് എപ്പോഴും കൂട്ടുവെച്ചുള്ളൂ. I1 plus I2 ഡിവൈഡഡ് ബൈ മാഗ്നറ്റിക് മൊമെന്റ് റിസൾട്ടന്റ് എന്ന് പറയുന്നത് 3M അല്ല, M ആ. M into B. അപ്പൊ ഈ ഡിനോമിനേറ്റർ സ്മോൾ ആണ്. T2ന്റെ ഡിനോമിനേറ്റർ സ്മോൾ ആണ്, അതുകൊണ്ട് T2 ഗ്രേറ്റർ ആണ്. T1ന്റെ ഡിനോമിനേറ്റർ ലാർജ് ആണ്, അതുകൊണ്ട് T1 സ്മോൾ ആണ്. അപ്പൊ നമ്മുടെ ഉത്തരം T2 that is greater than T1. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് ഡയമാഗ്നറ്റിക് മെറ്റീരിയൽ. ഇനി ഒരു കാര്യം ഉണ്ട് മക്കളെ, ഇങ്ങനൊക്കെ ബാർ മാഗ്നറ്റ് വെച്ചുകളെ, അതുകൂടെ പറഞ്ഞുതരാം. ഇത്രയും പറഞ്ഞപ്പോ അതുകൂടെ പറയാതിരിക്കുന്ന മോശം. ഒരു ബാർ മാഗ്നറ്റ് ഇങ്ങനെ, അടുത്ത ബാർ മാഗ്നറ്റ് ഇങ്ങനെ വെക്കും. ഒരു നടുക്കോട്ട് എനിക്ക് വരച്ച് കാണിക്കാൻ പറ്റില്ല, ഇങ്ങനെ ഇതിനെ തൂക്കിയിട്ട് കുരിശ് പോലെ വെക്കുന്നു. ഇതിന്റെ മൊമെന്റ് M ആണ്, ഇതിന്റെ മൊമെന്റ് M ആണ് എന്ന് വിചാരിക്കും. ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ I ആണ്, ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ I ആണ്. അപ്പൊ ഇവിടെ കൂടെ നമ്മൾ തൂക്കിയിടുമ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യയെ സംബന്ധിച്ച് യാതൊരു മാറ്റവും ഇല്ല. ശ്രദ്ധിച്ചോണം,
Moment of inertia of the long rod about an axis passing through center of gravity. ഇങ്ങനെ സെന്റർ ഓഫ് ഗ്രാവിറ്റിക്കുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. അപ്പൊ വെറുതെ ആഡ് ചെയ്താൽ മതി. അപ്പൊ റിസൾട്ടന്റ് മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് സ്കലാർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് I റിസൾട്ടന്റ് ഇസ് ഈക്വൽ ടു I പ്ലസ് I ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 2I ആണ്. പക്ഷെ മൊമെന്റ് വെക്ടർ ക്വാണ്ടിറ്റി ആണ്, ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും. അപ്പൊ റിസൾട്ടന്റ് മൊമെന്റ് അതിന്റെ നടുക്കൂടാ. അപ്പൊ M റിസൾട്ടന്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് M സ്ക്വയർ പ്ലസ് M സ്ക്വയർ, that is root of 2M square, that is equal to M root 2 ആണ്. അപ്പൊ മൊമെന്റ് എപ്പോഴും വെക്ടർ അഡീഷന്റെ രീതിയിലും ചെയ്തോണം, മൊമെന്റ് ഓഫ് ഇനർഷ്യ വെറും സ്കലാർ അഡീഷന്റെ രീതിയിലും ചെയ്തോണം. മറന്നു പോകരുത്, പ്രോബ്ലങ്ങൾ ചെയ്തു. അടുത്തത്, ഡയമാഗ്നറ്റിക് മെറ്റീരിയൽ മൂവ്സ് ഇൻ ഏത് മേഖലയിൽ ഏതുമേലുള്ള സ്ട്രോങ്ങർ റീജിയനിൽ നിന്നും വീക്കർ റീജിയനിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. പാരാമാഗ്നറ്റിക്കും ഫെറോമാഗ്നറ്റിക്കും വീക്കർ റീജിയനിൽ നിന്നും സ്ട്രോങ്ങർ റീജിയനിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. അത്രയാണ് പറയാനുള്ളത്. ഒരു സെക്കൻഡ്. Just hello. യെസ്. അപ്പൊ ഒരു പ്രോബ്ലം അതിൽ ഹോംവർക്ക് ഉണ്ട്, അത് ചെയ്തോളാം. സിമ്പിൾ ആണ്, ചെയ്യാൻ വേണ്ടി വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോകാമല്ലോ. അപ്പോൾ നമ്മുടെ അടുത്ത സംഗതി നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. നമ്മൾ അവിടേക്ക് വരും. No. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ നമ്മളെ സംബന്ധിച്ച് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഒരു നമ്മുടെ സ്കൂൾ സിലബസിനെ സംബന്ധിച്ച് ഒരു ചെറിയ ചാപ്റ്റർ ആണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. വളരെ ശ്രദ്ധിക്കണം പറയുന്നത്. ഒരു ചെറിയ ചാപ്റ്റർ ആണ് നമ്മുടെ സ്കൂൾ സിലബസിനെ സംബന്ധിച്ച് നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. പക്ഷേ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ നമ്മൾ കഴിഞ്ഞ ദാറ്റ് ഇസ് ഡയറക്ഷന്റെ പ്രോബ്ലങ്ങളാണ്. ഈ കഴിഞ്ഞ ചാപ്റ്ററിൽ നമുക്ക് ഡയറക്ഷന്റെ യാതൊരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. പക്ഷെ മൂവിങ് ചാർജസ് ഡയറക്ഷന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അന്ധവിശ്വാസം അല്ലെ? ഡയറക്ഷന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ശ്രീനന്ദ വീഡിയോ ഓൺ ചെയ്തു. ഡയറക്ഷന്റെ പ്രോബ്ലം കഴിഞ്ഞ ദിവസം കാണിച്ചത് ഓർമ്മയുണ്ടല്ലോ? കൈയും കാലും ഒക്കെ വെച്ച് ഡയറക്ഷന്റെ പ്രോബ്ലം കാണിച്ചത്.
അതുപോലെ കഴിഞ്ഞ ദിവസം ശ്രീകാന്തയുടെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തുവായിരുന്നു? ഈ കമ്പ്യൂട്ടറിന്റെ അല്ലെ സ്ക്രീനിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തുവായിരുന്നു? ഭൂമി ചുറ്റി കറങ്ങുന്നതോ സൂര്യൻ ചുറ്റി കറങ്ങുന്ന പോലെ ഒരു സാധനം എന്തായിരുന്നു? അത് സർ ബാക്ക്ഗ്രൗണ്ട് ഫിൽറ്റർ. ശരി. അപ്പോ ഇവിടെ നമുക്ക് കഴിഞ്ഞ ഏതോ ഒരു ക്ലാസ്സിൽ ഇല്ലായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ആബ്സെന്റ് ആയിരുന്നു. അല്ല സർ, നെറ്റ്വർക്കിന് പ്രോബ്ലം ഉണ്ടായിരുന്നു, സ്റ്റേബിൾ അല്ല. ഓഫ് ചെയ്തു. അപ്പൊ കഴിഞ്ഞ നമ്മളുടെ ചാപ്റ്ററിനെ സംബന്ധിച്ച് നമുക്ക് ഉള്ള ഒരു പ്രശ്നം അല്ല, എളുപ്പം നമുക്ക് യാതൊരു ഇതും ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മുടെ വേഗം തീർന്നു കാര്യം. പക്ഷെ ഈ ചാപ്റ്ററിനെ സംബന്ധിച്ച് നമ്മൾ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിക്സിൽ നേരിട്ട ഏതാണ്ട് അതേ പ്രശ്നങ്ങൾ നമുക്ക് ഇവിടെയും വരും. അതായത് മാഗ്നറ്റിക് ഫീൽഡിനെ സംബന്ധിച്ചാണ് ഇവിടെയും നമ്മൾ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞതിൽ മാഗ്നറ്റിസത്തിന്റെ നേച്ചർ മാത്രമായിരുന്നു പഠിച്ചത്. മാഗ്നറ്റിക് ഫീൽഡിന്റെ ദിശയെക്കുറിച്ചുകൊണ്ട് ഇവിടെ നമുക്ക് പഠിക്കാണ്ട്. അതുകൊണ്ട് ഒരിത്തിരി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തിരി അല്ല, ഇത്തിരി ഏറെ അതിനെ സംബന്ധിച്ച് നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നോക്കാം. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഇതാണ് നമ്മളുടെ ചാപ്റ്റർ. EMI എന്ന് നമ്മൾ സാധാരണയായിട്ട് പറയും. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ നമ്മൾ ആദ്യം വരുന്നത് ഫ്ലക്സിനെ സംബന്ധിച്ചുള്ള കാര്യമാണ് വരുന്നത്. ഫ്ലക്സിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് നിങ്ങൾക്കറിയാം. അതായത് ഒരു സെക്കൻഡ്, അതായത് നമ്മൾ ഇങ്ങനൊരു ഏരിയ നമ്മൾ പരിഗണിച്ചാൽ ഇതിന്റെ ഏരിയ നമ്മൾ പരിഗണിക്കുമ്പോൾ ഇതാണ് ഇതിന്റെ യൂണിറ്റ് വെക്ടർ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. ഒരു യൂണിറ്റ് വെക്ടർ ഉണ്ടാവും, ആ സർഫസിന്റെ യൂണിറ്റ് വെക്ടർ. ആ യൂണിറ്റ് വെക്ടർ നമ്മൾ n എന്ന് സൂചിപ്പിക്കും. ഇനി മാഗ്നറ്റിക് ഫീൽഡിന് ഒരു ഇന്റൻസിറ്റി ഉണ്ടാവും, മാഗ്നറ്റിക് ഫീൽഡിന് ഒരു ഡയറക്ഷൻ ഉണ്ടാവും. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങനെ, ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ. ഇവർ തമ്മിലുള്ള ആംഗിൾ തീറ്റയാണ്. അപ്പോൾ ഫ്ലക്സ് ഫൈ എന്ന് പറയുന്നത്, ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, ഫ്ലക്സ് ഫൈ ഇസ് ഈക്വൽ ടു ബി ഡോട്ട് ഡി എസ് ആയി. അതിൽ ബിയും വെക്ടർ ആണ്, ഡി എസും വെക്ടർ ആണ്. അതുകൊണ്ട് ബി ഡി എസ് കോസ് തീറ്റ എന്ന് നമ്മൾ പറയും. ആ തീറ്റ എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. അവിടെ ഫ്ലക്സ് എപ്പം പോസിറ്റീവ് ആവും, ഫ്ലക്സ് എപ്പം നെഗറ്റീവ് ആവും, ഫ്ലക്സ് എപ്പം സീറോ ആവുമെന്ന് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ വരുന്നില്ല. ഇനി നമുക്ക് അടുത്തായിട്ടുള്ളത് ഫാരഡയുടെ ലോകളാണ്. ഫാരഡേസ് ഫസ്റ്റ് ലോ. ഫാരഡയുടെ ഫസ്റ്റ് ലോ ആണ് അടുത്തായിട്ട്. ഫാരഡയുടെ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ഒരു ഡെഫിനിഷൻ ആണ്. അതുകൊണ്ട് അതിനെ ഒരു ക്വാളിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് അതിനെ ക്വാളിറ്റേറ്റീവ് ലോ എന്ന് പറയും. എന്താണ് ക്വാളിറ്റേറ്റീവ് ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, whenever the magnetic flux linked with a conductor changes, ഒരു കണ്ടക്ടറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ an induced EMF will be produced. അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകും എന്നുള്ളതാണ് ഫാരഡേയുടെ ലോ പറയുന്നത്. രണ്ടാമത്തത് ഫാരഡേയുടെ സെക്കൻഡ് ലോയാണ്. അതിനെ ക്വാണ്ടിറ്റേറ്റീവ് ലോ എന്നാണ് വിളിക്കുന്നത്. ക്വാണ്ടിറ്റേറ്റീവ്, എത്രമാത്രം ക്വാണ്ടിറ്റി ഉണ്ടാകുന്നു എന്ന് നമ്മൾ പഠിക്കുന്നത് അതിലാണ്. എത്രമാത്രം ക്വാണ്ടിറ്റി, മാഗ്നറ്റിക് ഫീൽഡ് എത്രമാത്രം ക്വാണ്ടിറ്റി ഉണ്ടാകുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ അവിടെ പഠിക്കും. ആ ക്വാണ്ടിറ്റിയെ കുറിച്ച് നമ്മൾ പറയുന്നത്, ദാറ്റ് ഈസ്, അയാൾ ഇങ്ങനെയാണ് പറഞ്ഞത്, the induced EMF is directly proportional to rate of change of flux. അപ്പൊ നമ്മൾ ഇങ്ങനെ പറയും, induced EMF E proportional to phi2 minus phi1 divided by T2 minus T1. ഇത് മോഡുലസ് വാല്യൂ ആണ് കേട്ടോ. phi2 ഇന്നെടുക്കണമെന്നില്ല. അതായത് വലിയ ഫ്ലക്സിൽ നിന്ന് ചെറിയ ഫ്ലക്സ് കുറയ്ക്കുന്നു. phi2 minus phi1 divided by T2 minus T1. അല്ലെങ്കിൽ നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റി കഴിയുമ്പോൾ E is equal to a constant K into phi2 minus phi1 divided by T2 minus T1. So,
കോൺസ്റ്റന്റ് K1 ആണെങ്കിൽ അതങ്ങ് പൊക്കോളും. അല്ലെ ജനറലി നമ്മൾ പറയും E is equal to d∅ divided by dt. ഇങ്ങനെ നമ്മൾ പറയാം. ഇനി n ചുറ്റുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. കോയിലിന് n ചുറ്റുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ E is equal to n into d∅ by dt. അത് അങ്ങനെ ഒരു ഇക്വേഷൻ. അപ്പൊ ഇൻഡ്യൂസ്ഡ് EMFന്റെ ഇക്വേഷൻസ് പലത് കിട്ടി. ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ദാറ്റ് ഈസ് നമ്മുടെ പല കാര്യങ്ങൾ മാറാം. ഫൈയുടെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കുക BDS cos തീറ്റയാണ്. ചിലപ്പോൾ B കോൺസ്റ്റന്റ് ആയിരിക്കും, DS കോൺസ്റ്റന്റ് ആയിരിക്കും, തീറ്റ മാത്രമായിരിക്കും മാറുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരും. ദാറ്റ് ഈസ് E is equal to, ഈ ഇക്വേഷൻ ആണ് എഴുതുന്നത്, E is equal to n into d by dt of BDS cos തീറ്റ. ഇങ്ങനെ വരും. BDSും കോൺസ്റ്റന്റ് ആയിരിക്കാം, അത് വെളിയിലെടുക്കും, d by dt of cos തീറ്റ വരും. ഇനി അതുമല്ലെങ്കിൽ n into BDS into cos theta 2 minus cos theta 1 divided by T2 minus T1 വരാം. ഇങ്ങനെ പല തരത്തിലുള്ള ഇക്വേഷൻസ് പോസിബിൾ ആണ്. എന്തായാലും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ആണ്, അതായത് ചേഞ്ച് ഇൻ ഫ്ലക്സ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. ഇതാണ് E is equal to ചേഞ്ച് ഇൻ ഫ്ലക്സ് ഡിവൈഡഡ് ബൈ അതിനാവശ്യമായ ടൈം. ദാറ്റ് ഈസ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഇത്രയാണ് ഫാരഡേയുടെ ലോ പറയുന്നത്. ഇനി നിങ്ങൾ ഒരു കാര്യം ഇവിടെ ഓർക്കണം. നമ്മൾ ഫ്ലക്സിനെ കുറിച്ച് വലിയ വായിൽ പറയുമ്പോൾ ഫ്ലക്സ് പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഫ്ലക്സിന്റെ ഡയമെൻഷനും കൂടെ യൂണിറ്റ് കൂടെ നമ്മൾ ഓർത്തിരിക്കണം. നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് നമ്മൾ പല യൂണിറ്റുകൾ പറയാറുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞതാണ് ഫ്ലക്സിന്റെ യൂണിറ്റ്. ഫ്ലക്സിന്റെ യൂണിറ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞത് CGS യൂണിറ്റിൽ നമ്മൾ പറഞ്ഞത് മാക്സ്വെൽ ആണ്. മാക്സ്വെൽ. SI യൂണിറ്റിൽ നമ്മൾ പറഞ്ഞത് വെബർ ആണ്. ഇവർ തമ്മിലുള്ള ബന്ധം നമ്മൾ പറഞ്ഞിരുന്നു. ഒരു വെബർ ഇസ് ഈക്വൽ ടു 10⁸ മാക്സ്വെൽ ആണ്. ഗോസും ടെസ്ലയും തമ്മിലുള്ള 10⁴ ആണ്. ഇത് 10⁸ മാക്സ്വെൽ ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇതിന്റെ ഡയമെൻഷനോട് ഓർത്തിരിക്കണം. mL² T⁻²A⁻². ഇപ്പൊ ഫ്ലക്സ് എന്താണ്? ഫ്ലക്സിന്റെ ഇക്വേഷൻ. ഫ്ലക്സ് എപ്പോ പോസിറ്റീവ് ആവുന്നു, നെഗറ്റീവ് ആവുന്നു, 0 ആവുന്നു, ആ ആംഗിളിന്റെ പ്രത്യേകത, അതിന്റെ യൂണിറ്റ്, അതിന്റെ ഡയമെൻഷൻ. ഇനി ഫാരഡേ ഫസ്റ്റ് ലോ ക്വാളിറ്റേറ്റീവ് ലോ ആണ്. അത് വെറും ഒരു എന്തു മാത്രമാണ്, പിന്നെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. സെക്കൻഡ് ലോ ആണ് ഇൻഡ്യൂസ്ഡ് EMF എത്രമാത്രമാണ് അളക്കുന്നത്. അപ്പൊ അളക്കുന്നത് കൊണ്ട് അതിനെ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ലോ എന്ന് വിളിക്കുന്നു. ഫാരഡേ സെക്കൻഡ് ലോ പറഞ്ഞത് the magnitude of induced EMF is directly proportional to rate of change of flux എന്നാണ്. അതായത് ചേഞ്ച് ഇൻ ഫ്ലക്സ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ∅2 - ∅1 ഡിവൈഡ് ബൈ T2 - T1 ആണ്. ഫൈയുടെ വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ BDS cos തീറ്റയാണ്. അപ്പോൾ ചിലപ്പോൾ B ആയിരിക്കും മാറുന്നത്. അപ്പൊ DS cos തീറ്റ വെളിയിൽ എടുത്തിട്ട് B2 - B1 എന്ന് എഴുതണം. കണ്ടോ? അതാണ് ഈ ഇക്വേഷൻ. നിങ്ങൾ വളരെ കാര്യമായി നോക്കേണ്ട ഇക്വേഷൻ ആണ്. ഒരു കാരണവശാലും മറന്നു പോകരുത്. ഈ ഇക്വേഷൻ വളരെ നോക്കണം. ചിലപ്പോൾ B ആയിരിക്കും മാറുന്നത്. B മാറുകയാണെങ്കിൽ DS cos തീറ്റ, കണ്ടോ, ഈ DS cos തീറ്റ വെളിയിൽ എടുത്തിട്ട് B2 - B1 കൊടുക്കണം. ഇനി DS ആയിരിക്കും മാറുന്നത്. അപ്പൊ B cos തീറ്റ വെളിയിൽ എടുത്തിട്ട് DS2 - DS1 കൊടുക്കണം. ചിലപ്പോൾ cos തീറ്റ ആയിരിക്കും മാറുന്നത്. അപ്പൊ ഇവിടെ കണ്ടതുപോലെ BDSനെ വെളിയിലെടുത്ത ശേഷം cos θ2 - cos θ1 കൊടുക്കണം. മനസ്സിലായ മക്കളെ ഇപ്പൊ പറഞ്ഞത് എന്താന്നുള്ള കാര്യം? കാരണം ഇതാണ് ഫണ്ടമെന്റൽ ഇക്വേഷൻ. d∅/dt ആയതുകൊണ്ട് ഫൈയിൽ 3 എലമെന്റുകളുണ്ട്. B ഉണ്ട്, DS ഉണ്ട്, cos θ ഉണ്ട്. ഏതാണ് മാറുന്നത് എന്ന് നമ്മൾ പുസ്തകം നോക്കി, അല്ല നമ്മുടെ ചോദ്യം നോക്കി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്തത് ഇൻഡ്യൂസ്ഡ് കറണ്ട് കൂടെ അങ്ങ് പറഞ്ഞേക്കാം. EMFന്റെ ഇക്വേഷൻ അനുസരിച്ച് ഓംസ് ലോ E = IR ആണ്. വോൾട്ടേജിന്റെ ആവുമ്പോൾ V = IR ആണ് നമുക്കറിയാം. E = IR ആവുമ്പോൾ I = E/R, E/R. അപ്പൊ ഇൻഡ്യൂസ്ഡ് കറണ്ട് I = ഈ ഇതാണ്ട് കിടക്കുന്നു d∅/dt/R 1/R × d∅/dt.
ഇതാണ് ഇൻഡ്യൂസ്ഡ് കറന്റിന്റെ ഇക്വേഷൻ. ഇൻഡ്യൂസ്ഡ് EMF ആയി, ഇൻഡ്യൂസ്ഡ് കറന്റ്. ഇനിയാണ് നമ്മൾ പെടാൻ പോകുന്നത്. അതായത് നമ്മൾ ലെൻസസ് ലോയിലേക്ക് വരികയാണ്. നോക്കി, ഇത്ര സിമ്പിൾ ആണ്. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ. അത്രേ സാധനം. പെട്ടെന്നൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ലെൻസസ് ലോയിലേക്ക്. ഓക്കെ, പോകാം, അടുത്തതിലേക്ക് പോകാം. ലെൻസസ് വളരെ ശ്രദ്ധിക്കണേ. ഇവിടെ തൊട്ടാണ് നമ്മൾ പണി വാങ്ങിക്കാൻ പോകും. നമുക്ക് കെമിസ്ട്രിയിൽ ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കെമിസ്ട്രിയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ്. കെമിസ്ട്രിയിലെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി കൂടിയാണ് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. അതായത് നമ്മൾ ചൊറിഞ്ഞാൽ തിരിച്ചു ചൊറിയും. ഇതാണ് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ പറയുന്നത്. നമ്മളായിട്ട് ചുമ്മാതെടുത്ത് ചുണ്ണാമ്പിട്ട് ഇളക്കിയാൽ നമ്മൾ പണി വാങ്ങിക്കും എന്നാണ് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ പറയുന്നത്. അതായത് രസതന്ത്രത്തിലെ ലേ ഷാറ്റ്ലിയർ തത്വം ഇങ്ങനെയാണ് പറയുന്നത്. സന്തുലിതാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വ്യൂഹത്തിൽ ഗാഢത, ഊഷ്മാവ്, മർദ്ദം എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൽ വ്യതിയാനം ഉണ്ടാക്കിയാൽ അതുമൂലമുണ്ടാകുന്ന മാറ്റത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി വ്യൂഹം ഒരു പുനഃക്രമീകരണം നടത്തും. ഇതാണ് പറയുന്നത്. അതായത് if there is a change in temperature, pressure and concentration of reactants in a system in equilibrium, the system will readjust itself for nullifying the effect of the change. അറിയാമല്ലോ, ഇത് അറിയാമല്ലോ അല്ലേ? അതായത് പുറത്തുനിന്ന് നമ്മൾ ചൊറിഞ്ഞാൽ അതിന്റെ എഫക്റ്റ് ഇല്ലാതാക്കാൻ വേണ്ടി ഒരു പുനഃക്രമീകരണം അവിടെ ഉണ്ടാവും. ഇതാണ് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പൊ അതിനനുസരിച്ച് കുറച്ച് പുനഃക്രമീകരണങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. കുറച്ച് പുനഃക്രമീകരണം നോക്കിയോളൂ. തലവേദന എടുക്കുന്നു, ഭയങ്കരമായ തലവേദന, സഹിക്കാൻ പറ്റുന്ന തലവേദന. അതാണിങ്ങനെ വേർപ്പൊട്ടിയിരിക്കുന്നു. രാവിലെ അസഹ്യമായ തലവേദന. ഇവിടെ നിങ്ങൾക്ക് ഒരു കണ്ടക്ടർ ഉണ്ടെന്ന്, ഒരു കണ്ടക്ടർ, സ്ട്രെയിറ്റ് കണ്ടക്ടർ. ആ സ്ട്രെയിറ്റ് കണ്ടക്ടറിൽ കൂടി I ആംപിയർ കറണ്ട്. വളരെ ശ്രദ്ധിക്കണേ മക്കളെ. ആ I എന്ന് പറയുന്ന സാധനം കോൺസ്റ്റന്റ് ആണ്. ഇവിടെ ഒരു സ്ക്വയർ കണ്ടക്ടറോ സർക്കുലർ കണ്ടക്ടറോ ഇരിപ്പുണ്ട്. വേണ്ട, സ്ക്വയർ കണ്ടക്ടർ, സർക്കുലർ കണ്ടക്ടർ ആയി എന്തായാലും ഒരു കണ്ടക്ടർ. അങ്ങനെയെങ്കിൽ ഈ കണ്ടക്ടറിൽ കറണ്ട് ഉണ്ടാകുമോ? കറണ്ട് ഉണ്ടെങ്കിൽ അതിന്റെ ദിശ എങ്ങനെയാണ്? ഇതാണ് ചോദ്യം. അടുത്ത ഒരു ചോദ്യം, അത് ഹോംവർക്ക് ആയിട്ട് തരാം. എന്തായാലും നമ്മളുടെ സമയം അവസാനിക്കും. നോക്കാം. രണ്ടാമത്തത്, ഇതേപോലുള്ള അടുത്ത കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറാണ് ഇത്. ആ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിലെ കറണ്ട് I എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇൻക്രീസിങ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഇൻക്രീസിങ് വിത്ത് റെസ്പെക്ട് ടു ടൈം, ഇതാണ് നമ്മുടെ സാധനം. അതില് ഇപ്പൊ ഇൻക്രീസിങ് എന്ന് ഒരുപക്ഷെ പറയണമെന്നല്ല, I of t ഇങ്ങനെ കാണിച്ചാലും മതി.
അപ്പോഴും ഇവിടെ ഒരു സറൗണ്ടിങ് കണ്ടക്ടർ ഇപ്പോൾ ഉണ്ട്, സർക്കുലർ കണ്ടക്ടർ. അതിൽ കറണ്ട് ഒഴുകുമോ? ഇതിൽ കൂടെ കറണ്ട്, ഇവിടെ ചോദ്യം ഇതിലെ കറണ്ടിന്റെ ദിശ ഒഴുകുമെങ്കിലേ ദിശയുള്ളൂ. ഇവിടുത്തെ ഈ ചോദ്യവും അത് തന്നെ, കറണ്ട് ദിശ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കറണ്ട് ഒഴുകുകയാണ്, ബട്ട് പ്രത്യേകത IT കുറയുകയാണ് വിത്ത് റെസ്പെക്ട്. അതായത് കറണ്ട് ഫ്ലോ വിത്ത് റെസ്പെക്ട് ടു ടൈം ഈസ് ഡിക്രീസ്, ഡിമിനിഷിംഗ് കറണ്ട് ആണ്. ഇത് ഇൻക്രീസിംഗ് കറണ്ട് ആണ്, ഇത് ഡിമിനിഷിംഗ് കറണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ ഒരു സർക്കുലർ കണ്ടക്ടർ നമ്മൾ വെച്ചിട്ടുണ്ട്. ആ സർക്കുലർ കണ്ടക്ടറിലെ കറണ്ട് ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ ദിശ ഇതാണ് നിങ്ങൾ കണ്ടത്. മക്കളെ, വളരെ അസഹ്യമായ തലവേദനയുള്ളതുകൊണ്ട് നമ്മളൊരു 5 മിനിറ്റ് മുമ്പ് നിർത്തുകയാണ്. ചില ദിവസം നമ്മൾ അരമണിക്കൂർ കൂടുതൽ എടുക്കും, പക്ഷെ എനിക്ക് സ്ക്രീനിൽ നോക്കാൻ പറ്റാത്തതുപോലെ തലവേദന ചെറിയ. അപ്പോ അതുകൊണ്ട് 5 ഇല്ല 4 മിനിറ്റേ ഉള്ള സമയം. അപ്പൊ ഇതും നോക്കുക. കഴിഞ്ഞതിലെ ഒരു പ്രോബ്ലം നിങ്ങൾ നോക്കുക. ഒരു പ്രോബ്ലം കഴിഞ്ഞതിലെ ഒരു പ്രോബ്ലം നോക്കണം. ഒരു പ്രോബ്ലം കിടപ്പുണ്ട്, ഇതും നോക്കുക. ഇതെന്ത് സംഭവം? ക്ലൂ തരാം ഇത് നോക്കാനുള്ളത്. കറണ്ട് ഇങ്ങനെയാണ് ഒഴുകുന്നത്. ഇത് നോക്കുക, കറണ്ട് ഇങ്ങനെയാണ് ഒഴുകുന്നത്. അപ്പൊ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ദിശ എങ്ങോട്ടാണെന്നുള്ളത് റൈറ്റ് ഹാൻഡ് വെച്ച് നോക്കണം. സ്ട്രെയിറ്റ് കണ്ടക്ടറിലാണ് റൈറ്റ് ഹാൻഡ് വെക്കേണ്ടത്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിന്റെ ദിശ ഒന്നുകിൽ റിങ്ങിനകത്തുനിന്ന് പുറത്തോട്ടോ അല്ലെ റിങ്ങിന്റെ പുറത്തുനിന്ന് അകത്തോട്ടോ, ഇൻറ്റു ദ റിങ്ങോ ഔട്ട് ഓഫ് ദ റിങ്ങോ വരും. ഇൻറ്റു ദ റിങ് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെ വെറുതെ ഇൻറ്റു ദ റിങ് വരാൻ പാടില്ല. ഇൻറ്റു ദ റിങ്ങിനെ നശിപ്പിക്കണം. അപ്പൊ ഇൻറ്റു ദ റിങ്ങിനെ നശിപ്പിക്കാൻ വേണ്ടി ഔട്ട് ഓഫ് ദ റിങ് നമ്മൾ പുതുതായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കണം. അപ്പൊ ഔട്ട് ഓഫ് ദ റിങ് ഉണ്ടാകുന്നത് പോലെ ആകണം ആ പറയുന്ന സർക്കുലർ കണ്ടക്ടറിനകത്ത് കറണ്ട് ഒഴുകുന്നത്. ഇത്രയേ ഉള്ളൂ ക്ലൂ. അതാർക്കും മനസ്സിലായില്ലേലും കുഴപ്പമില്ല. അത് ഞാൻ അടുത്ത ദിവസം പറയാം. മനസ്സിലായി? അതുകൊണ്ട് 3 മിനിറ്റ് മുമ്പ് നമ്മൾ നിർത്തുകയാണ്. പറഞ്ഞ കാര്യങ്ങളിൽ സംശയമില്ലല്ലോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ സംശയമില്ലല്ലോ? ബാക്കി താങ്ക് യു. Thank you, sir.